അപ്പോൾ വെൽക്കം ടു ടാലി അക്കൗണ്ടിങ് സെഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ടാലിയിൽ കംപ്ലീറ്റ് ട്രാൻസാക്ഷൻ, ഒരു ബിസിനസ്സിൻ്റെ ട്രാൻസാക്ഷൻസ് എല്ലാം എങ്ങനെ എൻ്റർ ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, അതിനുവേണ്ടി ആദ്യമായിട്ട് നമുക്ക് ടാലി ഡൗൺലോഡ് ചെയ്യാം. എന്താക്കാം, ക്രോമിൽ വന്നിട്ട് ഇവിടെ സെർച്ച് ബാറിൽ സെർച്ച് ചെയ്യാം ടാലി പ്രൈം. ഓക്കെ, ടാലി പ്രൈം സെർച്ച് ചെയ്യാം. നമുക്കിവിടെ ഫസ്റ്റ് കാണുന്ന ഈ ലിങ്കിൽ തന്നെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്താക്കാം, ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് ടാലി പ്രൈം 5.1 ഡൗൺലോഡ് ചെയ്യാം. ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്, ഡൗൺലോഡിൻ്റെ പ്രോഗ്രസ് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡൗൺലോഡ് ആയ ശേഷം നമുക്ക് എന്താക്കാം, ഇത് ഇൻസ്റ്റാൾ ചെയ്യാം. ഡൗൺലോഡ്സിൽ പോയിട്ട് എന്താക്കാം, ഇൻസ്റ്റാൾ ചെയ്യാം. ജസ്റ്റ് നോക്കുക. ഇപ്പോൾ ഇൻസ്റ്റാൾ ആവുന്നുണ്ട്, നമുക്ക് ഇൻസ്റ്റാൾസ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ടാലി പ്രൈം ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ലോഡിംഗ് ആണ്. ഓക്കെ, നമുക്ക് ആദ്യം വരുന്ന ഇൻ്റർഫേസ് ഇതാണ്. അലോ എന്ന് കൊടുക്കുക. ഓക്കെ, അക്സെപ്റ്റ് എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആദ്യമായി ടാലി ഇൻസ്റ്റാൾ ചെയ്താൽ നമുക്ക് ഈ ഇൻ്റർഫേസ് കാണാൻ പറ്റും. അതായത് വെൽക്കം ടു ടാലി പ്രൈം. അപ്പോൾ ഇതിൽ നമുക്കിവിടെ ട്രൈ ഇറ്റ് ഫോർ ഫ്രീ എഡ്യൂക്കേഷണൽ, അതായത് നമുക്ക് ഈ എഡ്യൂക്കേഷണൽ മോഡ് വെച്ച് നമുക്ക് എന്താക്കാം, നമ്മുടെ പഠിക്കാൻ വേണ്ടിയും മറ്റു കാര്യങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ യൂസ് ലൈസൻസ് ഫ്രം നെറ്റ്വർക്ക്, അതായത് ഗോൾഡ് ലൈസൻസ് ഉള്ളവർക്ക് എന്താക്കാം, മൾട്ടിപ്പിൾ അക്കൗണ്ട് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ PC യൂസ് ചെയ്യാൻ പറ്റും. അതായത് നമുക്കിപ്പോൾ ഒരേ ലൈസൻസ് വെച്ചിട്ട് നമുക്ക് ഒരുപാട് PC എന്താക്കാം, ടാലി യൂസ് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ലൈസൻസ് നമുക്ക് എന്താക്കാം, റീആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ ആക്ടിവേറ്റ് ന്യൂ ലൈസൻസ് പർച്ചേസ് ചെയ്യാൻ പറ്റും ഇവിടെ. ഓക്കെ, കാണാൻ പറ്റും ഇവിടെ. അപ്പോൾ നമ്മളിവിടെ ട്രൈ ഇറ്റ് ഫോർ ഫ്രീ എന്ന് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രൈ ഇറ്റ് ഫോർ ഫ്രീ എന്ന് കൊടുത്തിട്ട് ഇപ്പോൾ എഡ്യൂക്കേഷൻ മോഡിലാണുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഇൻ്റർഫേസ് കാണാൻ പറ്റും. അവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ക്രിയേറ്റ് കമ്പനി ഉണ്ട്, സെലക്ട് റിമോട്ട് കമ്പനി ഉണ്ട്, സ്പെസിഫൈ പാത്ത് ഉണ്ട്, സെലക്ട് ഫ്രം ഡ്രൈവ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നമ്മുടെ ബിസിനസ്സിൻ്റെ പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണ്, അതായത് കമ്പനി ക്രിയേറ്റ് ചെയ്യുകയാണ് ടാലിയിൽ. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് കമ്പനി കൊടുക്കുക. ഓക്കെ, ക്രിയേറ്റ് കമ്പനി കൊടുത്തിട്ട് അപ്പോൾ നമ്മൾ കമ്പനി നെയിം സെലക്ട് ചെയ്യുക. അതായത് ഇപ്പോൾ ഞാനിവിടെ കൊടുക്കുന്നത് എക്സാമ്പിളായിട്ട് ഗ്ലാഡ്സ്മി സ്റ്റോർ എന്നാണ്. അവിടെ കമ്പനി നെയിം ചോദിക്കുന്നുണ്ട്, ഞാനവിടെ ഗ്ലാഡ്സ്മി സ്റ്റോർ കൊടുക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും കമ്പനി നെയിം. നെക്സ്റ്റ് എന്താക്കുക, എൻറ്റർ കൊടുക്കുക. അവിടെ മെയിലിംഗ് നെയിം ഓട്ടോമാറ്റഡായിട്ട് വരും. എൻറ്റർ കൊടുക്കുക, അഡ്രസ്സ് കൊടുക്കുക. അതായത് നമ്മുടെ കമ്പനി ഉള്ളത് കാസർഗോഡ് എന്ന് വെക്കാം, കാസർഗോഡ് കൊടുക്കുക. എൻറ്റർ കൊടുക്കുക. സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക, കേരള. പിന്നെ പിൻകോഡ്, ടെലിഫോൺ നമ്പർ, മൊബൈൽ നമ്പർ, ഇമെയിൽ, ഇതൊക്കെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാനിപ്പോൾ അവിടെ ഒന്നും കൊടുക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്താക്കുക, നിങ്ങളുടെ ബിസിനസ് അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനിയുടെ ഡീറ്റെയിൽസൊക്കെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ അവിടെ ഫിനാൻഷ്യൽ ഇയർ ബിഗിനിങ് ഫ്രം ഉണ്ട്. അതായത് ഇന്ത്യൻ അക്കൗണ്ട്സ് പ്രകാരം ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ആവുന്നത് എല്ലാ കൊല്ലം ഏപ്രിൽ നിന്നാണ്. അത് എവറി ഇയർ ഏപ്രിൽ ടു മാർച്ച് ആണ്. ഇപ്പോൾ നമ്മുടെ കറണ്ട് ഫിനാൻഷ്യൽ ഇയർ അതായത് 1 April 2024 ടു 31 March 2025 ആണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ 1 April 2024 കൊടുക്കുന്നുണ്ട്. എൻറ്റർ കൊടുക്കുക. ഇപ്പോൾ ബേസ് കറൻസി സിമ്പിൾ, അതായത് ഇന്ത്യൻ സിമ്പിളാണ്, ഇന്ത്യൻ കറൻസിയാണ്. എൻറ്റർ കൊടുക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് എന്താക്കാം, കുറച്ച് ഫീച്ചേഴ്സ് ഇവിടെ കാണാൻ പറ്റും. നമുക്ക് ഫീച്ചർ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ഷോ മോർ ഫീച്ചേഴ്സ് കാണാൻ പറ്റും. അതിലേക്ക് എന്താക്കാം, ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നമുക്ക് എല്ലാ ഫീച്ചേഴ്സും ഇവിടെ കാണാൻ പറ്റും. അതായത് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് ഈ ഫീച്ചേഴ്സ് വഴിയെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇവിടെ എനേബിൾ ഗൂഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഉണ്ട്. ഞാൻ ഇവിടെ എസ് എൻറ്റർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ GST രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കേരള. അപ്പോൾ ഇവിടെ രജിസ്ട്രേഷൻ ടൈപ്പ് റെഗുലറാണ്. അതായത് റെഗുലർ എന്ന് വെച്ചാൽ മന്ത്ലി നമ്മൾ GST ഫയൽ ചെയ്യും.
കോമ്പോസിഷൻ എന്ന് വെച്ചാൽ നമ്മൾ ക്വാർട്ടർലി ഫയൽ ചെയ്യും. അപ്പോൾ ഇവിടെ ഞാൻ റെഗുലർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ GS നമ്പർ എൻ്റർ ചെയ്യാം. ഓക്കെ, GS നമ്പർ 32 AAKC 4526 K1ZV. ഓക്കെ, ഞാനിവിടെ GS നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കമ്പനിയുടെ GS നമ്പർ ഏതാണോ അത് കൊടുക്കണം. അപ്പോൾ ഇവിടെ GST അല്ലെങ്കിൽ GSTR1 പീരിയോഡിസിറ്റി, അതായത് മന്ത്ലി ആണോ ക്വാർട്ടർലി ആണോ, അപ്പോൾ മന്ത്ലി എന്ന് കൊടുക്കുക, എൻ്റർ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഇ-വേ ബിൽ ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ഇന്ത്യൻ അക്കൗണ്ട്സ് അല്ലെങ്കിൽ ഇന്ത്യൻ GST റൂൾസ് പ്രകാരം ബില്ല് ഇൻവോയ്സ് 50,000 എബോവ് ആയാൽ എന്താക്കണം, ഇ-വേ ബിൽ എടുക്കണം. അപ്പോൾ അവിടെ ഇ-വേ ബിൽ അപ്ലിക്കബിലിറ്റി എസ്, നിങ്ങൾ വേണമെങ്കിൽ എസ്സും കൊടുക്കുക. ഡയറക്റ്റ് നമുക്ക് ടാലിയിൽ നിന്ന് GST ഇ-വേ ബില്ല് പോർട്ടലിലേക്ക് ലോഗിൻ ആവും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പോർട്ടലിൽ പോയിട്ട് മാനുവലി എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ എസ്സും കൊടുക്കാം. ഓക്കെ, ഞാനിവിടെ എസ്സും കൊടുക്കുന്നുണ്ട്. ഇവിടെ കമ്പനി ക്രിയേറ്റ് ആയിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും ഗ്ലാഡ്സ്മിത്ത് സ്റ്റോർ എന്ന്. അപ്പോൾ എന്താക്കാം, നമുക്കിവിടെ ഒരുപാട് ഇൻ്റർഫേസ് കാണാൻ പറ്റും. ക്രിയേറ്റ്, ആൾട്ടർ, ചാർട്ട് ഓഫ് അക്കൗണ്ട്സ്, വൗച്ചർ. അപ്പോൾ ഓരോന്നിൻ്റെ യൂസേഴ്സ് നമുക്ക് ഓരോന്ന് ആവശ്യം വരുമ്പോൾ നമുക്ക് ഓരോന്ന് എൻട്രീസ് ചെയ്യുമ്പോൾ നമുക്ക് പഠിക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ആദ്യമായിട്ട് നമ്മൾ കമ്പനി ക്രിയേറ്റ് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് ഇനി ചെയ്യാനുള്ളത്, അതായത് ഇപ്പോൾ ബിസിനസ്സിൻ്റെ ഓണർ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് എന്താക്കാം, എൻ്റർ ചെയ്യാം. ഓക്കെ, എക്സാമ്പിൾ നമുക്ക് അബ്ദുള്ള എന്ന് വെക്കാം. അബ്ദുള്ള ബിസിനസ് ഓണറാണ്, ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്താക്കണം, ഇവിടെ ഗേറ്റ് ഓഫ് ടാലിയിൽ വൗച്ചർ കാണാൻ പറ്റും. വൗച്ചറിലേക്ക് വരണം. ഓക്കെ, അപ്പോൾ വൗച്ചറിലേക്ക് വരാം, എൻ്റർ കൊടുക്കാം. വൗച്ചറിൽ നമുക്കിപ്പോൾ വേണ്ടത് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടാണ്. അതായത് ബിസിനസ്സിൻ്റെ ക്യാഷിലേക്കോ അല്ലെങ്കിൽ ബാങ്കിലേക്കോ എമൗണ്ട് വരും. അപ്പോൾ ഞാനിവിടെ എന്താക്കാം, റൈറ്റ് സൈഡിൽ റിസിപ്റ്റ് കാണാൻ പറ്റും, F6. അപ്പോൾ റിസിപ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് റിസിപ്റ്റിൽ ഇവിടെ ഇപ്പോൾ ക്യാഷ് വരുന്നത് എക്സാമ്പിൾ ക്യാഷിലേക്കാണെങ്കിൽ ഇപ്പോൾ ക്യാഷ് ഓൾറെഡി എന്തായാലും ടാലിയിൽ ഡിഫോൾട്ട് ആയിട്ടുണ്ടാവും. ക്യാഷ് എന്ന ലെഡ്ജർ നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ ക്യാഷ് എന്ന് ഞാൻ സെലക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ എമൗണ്ട് വരുന്നത്, അതായത് അബ്ദുള്ള ഇൻവെസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ നമുക്കിവിടെ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്താക്കണം, Alt+C എന്ന്, ലെഡ്ജർ ക്രിയേഷൻ്റെ ഷോർട്ട് കട്ട് കീ ആണ് Alt+C. ഓക്കെ, അപ്പോൾ എന്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയും അതിൻ്റെ ഷോർട്ട് കട്ട് കീ ആയിട്ട് നമുക്ക് Alt+C എന്ന് യൂസ് ആക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ Alt+C എന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലെഡ്ജർ ക്രിയേഷൻസിലേക്ക് പോകും, Alt+C. അപ്പോൾ നമുക്ക് നെയിം ക്രിയേറ്റ് ചെയ്യാം, അബ്ദുള്ള. ഓക്കെ, അബ്ദുള്ള ക്യാപിറ്റൽ അക്കൗണ്ടാണ്, എൻ്റർ ചെയ്യാം. അപ്പോൾ രജിസ്ട്രേഷൻ ടൈപ്പ് അൺരജിസ്റ്റേർഡ് കൊടുക്കാം. എക്സാമ്പിൾ 5 lakh എന്ന് വെക്കാം. ഓക്കെ, 5 lakh. ചെയ്തത് നമ്മൾ ടാലിയിൽ എൻ്റർ ചെയ്തു. ഓക്കെ, നമുക്ക് അപ്പോൾ ടാലിയിൽ ബാക്ക് ഇൻ്റർഫേസിലേക്ക് പോകാൻ വേണ്ടി ഷോർട്ട് കട്ട് കീ ആണ് എസ്കേപ്പ്. നമുക്കിവിടെ എസ്കേപ്പ് കാണാൻ പറ്റും. എസ്കേപ്പ് എൻ്റർ ചെയ്താൽ എന്താണ്, ബാക്ക് ഇൻ്റർഫേസിൽ പോകും. അപ്പോൾ എസ്കേപ്പ് അടിച്ചാൽ നമുക്കിവിടെ എന്താക്കാം, താഴെ ബാലൻസ് ഷീറ്റ് കാണാൻ പറ്റും. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ നമുക്ക് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഇവിടെ Alt+F1 കൊടുത്താൽ നമുക്ക് ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ക്യാപിറ്റൽ അക്കൗണ്ട് 5 lakh ഇൻവെസ്റ്റ് ചെയ്തത് ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ കാണാൻ പറ്റും. അബ്ദുള്ള 5 lakh ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റൽ അക്കൗണ്ടിൽ 5 lakh ഓൾറെഡി വന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ റൈറ്റ് സൈഡ് കറണ്ട് ആസറ്റ്സിൽ 5 lakh ക്യാഷിൽ വന്നത് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് എന്താണ് ക്യാപിറ്റൽ എമൗണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നമുക്കിപ്പോൾ നെക്സ്റ്റ് ചെയ്യാനുള്ളത്, അതായത് കമ്പനിയുടെ ബാങ്കിലേക്ക് ഇപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്തെന്ന് വെക്കാം. ആ എൻട്രീസ് നമുക്ക് എങ്ങനെ, അതായത് കമ്പനീൻ്റെ ക്യാഷിൽ നിന്ന് കമ്പനീൻ്റെ ബാങ്കിലേക്ക് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്താൽ നമുക്ക് ആ ടാലി എൻ്റർ ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിനുവേണ്ടി എന്താക്കണം, വീണ്ടും വൗച്ചേഴ്സിലേക്ക് വരാം. വൗച്ചേഴ്സിൽ വന്നിട്ട് നമുക്കിവിടെ വേണ്ടത് ക്വാണ്ടറയാണ്, അതായത് F4 ആണ് വേണ്ടത്. അപ്പോൾ F4. ഇപ്പോൾ ഇവിടെ നമുക്ക് അക്കൗണ്ട് സെലക്ട് ചെയ്തതിൻ്റെ ഏത് അക്കൗണ്ടിലേക്കാണോ പണം അതായത് ഡെബിറ്റ് ആവുന്നത് ആ അക്കൗണ്ട് ഇവിടെ സെലക്ട് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് Alt+C. അപ്പോൾ നമുക്ക് ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അതായത് ഇപ്പോൾ നമ്മുടെ ബാങ്ക് കാനറ ബാങ്ക് ആണെങ്കിൽ കാനറ ബാങ്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ അണ്ടർ വരുന്നത് ബാങ്ക് അക്കൗണ്ട്സ് ആണ്. അപ്പോൾ ഇവിടെ അണ്ടർ ചോദിക്കുന്നുണ്ട്.
ഇവിടെ നമ്മൾ ബാങ്ക് സെലക്ട് ചെയ്ത് നമുക്കിവിടെ കാണാൻ പറ്റും ബാങ്ക് അക്കൗണ്ട്സ് എന്ന്. അപ്പോൾ അതിൽ ബാങ്ക് അക്കൗണ്ട്സ് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ അക്കൗണ്ട് നമ്പർ ചോദിക്കുന്നുണ്ട്. അക്കൗണ്ട് നമ്പർ കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ അക്കൗണ്ട് നമ്പർ ഒന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ അക്കൗണ്ട് നമ്പർ നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ അക്കൗണ്ട് നമ്പർ കൊടുക്കുക, IFSC കോഡ് കൊടുക്കുക, ബ്രാഞ്ച് കൊടുക്കാൻ പറ്റും, എല്ലാം കൊടുക്കാൻ പറ്റും. ഓക്കെ, എൻ്റർ ചെയ്യുക. എന്താക്കുന്നത്, ക്യാഷ് നിന്ന് ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എക്സാമ്പിൾ 3 lakh നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 3 lakh എന്തായിട്ടുണ്ട്, കാനറ ബാങ്കിലേക്ക് 3 lakh ഡെബിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ക്യാഷിൽ 2 lakh ആണുള്ളത്. അതായത് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് 5 lakh 3 lakh കാനറ ബാങ്കിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ 2 lakh ആണ് ഇവിടെ ബാലൻസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ, അതായത് ബിസിനസ്സിൻ്റെ ഇൻസൈഡ്, ബിസിനസ്സിൻ്റെ എന്താണ് എൻറ്റിറ്റിയിൽ തന്നെ ട്രാൻസാക്ഷൻ നടക്കുകയാണെങ്കിൽ അത് ക്വാണ്ടറി ആണ്. ബിസിനസ്സിൻ്റെ ഔട്ട്സൈഡ് ട്രാൻസാക്ഷൻ നടക്കുകയാണെങ്കിൽ അത് നമ്മൾ പേയ്മെൻറ്റിൽ എടുക്കാം. അതിന് ബിസിനസ്സിൻ്റെ ഔട്ട്സൈഡിൽ നിന്ന് ബിസിനസ്സിലേക്ക് പേയ്മെൻറ്റ് വന്നാൽ നമുക്ക് എന്താക്കാം, അത് റിസിപ്റ്റിൽ എൻ്റർ ചെയ്യാം. ഓക്കെ, ബിസിനസ്സിൻ്റെ ഇൻസൈഡ് എന്തെങ്കിലും ട്രാൻസാക്ഷൻ നടക്കുകയാണെങ്കിൽ അത് ക്വാണ്ടറിയിൽ എൻ്റർ ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എന്താക്കാം, ഈ എൻട്രി സേവ് ചെയ്യാം. സേവ് ചെയ്യാൻ വേണ്ടി Ctrl+A എന്ന് കൊടുക്കാം. ഓക്കെ, Ctrl+A കൊടുത്താൽ സേവ് ആവും. എന്താണ് പെട്ടി ക്യാഷ്, അതായത് ഇപ്പോൾ ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടി ചെറിയ എക്സ്പെൻസ് നമുക്ക് എന്താക്കണം, ബാങ്കിൽ നിന്ന് ട്രാൻസാക്ഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ പെട്ടി ക്യാഷ് എന്നൊരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് അതുവഴി എന്താക്കാം, ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ ഓഫീസ് എക്സ്പെൻസ് അല്ലെങ്കിൽ ഫ്യൂൽ എക്സ്പെൻസ്, ചെറിയ എമൗണ്ട്, അതായത് ചെറിയ എക്സ്പെൻസ് നമുക്ക് പെട്ടി ക്യാഷ് വഴി ട്രാൻസാക്ഷൻ ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ എന്താക്കണം, ഇവിടെ ക്രിയേറ്റിലേക്ക് പോകണം. നമുക്കിവിടെ ക്രിയേറ്റ് കാണാൻ പറ്റും. ക്രിയേറ്റിലേക്ക് പോവുക. ക്രിയേറ്റിലേക്ക് പോയിട്ട് നമുക്ക് ഇവിടെ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ എന്താണ് ലെഡ്ജർ നെയിം, പെട്ടി ക്യാഷാണ്. പെട്ടി ക്യാഷ് ക്രിയേറ്റ് ചെയ്യുക. പെട്ടി ക്യാഷ് അണ്ടർ വരുന്നത് ക്യാഷ് ഇൻ ഹാൻഡ് തന്നെയാണ്. ഓക്കെ, നമ്മൾ ക്യാഷ് ഇൻ ഹാൻഡ് സെലക്ട് ചെയ്ത് എൻ്റർ കൊടുക്കുക. നെക്സ്റ്റ് എന്താ, എസ്കേപ്പ് അടി. ഇവിടെ വൗച്ചേഴ്സ് കാണാൻ പറ്റും. വൗച്ചേഴ്സിൽ പോവുക. നമുക്ക് ക്വാണ്ടറി തന്നെയാണ് വേണ്ടത്. അതായത് നമുക്കിപ്പോൾ പെട്ടി ക്യാഷ്, അതായത് ചെറിയ എക്സ്പെൻസ് നമ്മൾ ഡയറക്റ്റ് പെട്ടി ക്യാഷ് എന്നാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ക്യാഷിൽ നിന്ന് എന്താക്കാം, പെട്ടി ക്യാഷിലേക്ക് കുറച്ച് എമൗണ്ട് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യണം. ഓക്കെ, ഞാനിവിടെ പെട്ടി ക്യാഷ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ക്യാഷ് കൊടുക്കുന്നുണ്ട്. നമ്മളൊരു 50,000 rupees പെട്ടി ക്യാഷിലേക്ക് എമൗണ്ട് ഇട്ടു. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ പെട്ടി ക്യാഷ് ക്രിയേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് എന്താക്കാം, പെട്ടി ക്യാഷിൽ നിന്ന് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അതായത് നമുക്കിവിടെ റൈറ്റ് സൈഡിൽ ഇപ്പോൾ പേയ്മെൻറ്റ് എന്ന ഓപ്ഷൻ കാണാൻ പറ്റും. F5 ആണ് ഷോർട്ട് കട്ട് കീ. പേയ്മെൻറ്റ് സെലക്ട് ചെയ്താൽ നമുക്കിപ്പോൾ പെട്ടി ക്യാഷിൽ നിന്ന് എക്സാമ്പിൾ നമുക്കിവിടെ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം. അതായത് ഫ്യൂൾ എക്സ്പെൻസ്. അപ്പോൾ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി Alt+C എന്ന് കൊടുക്കുക. അപ്പോൾ ഫ്യൂൾ എക്സ്പെൻസ്. അപ്പോൾ ഇവിടെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ് അണ്ടർ വരുന്നത്. ഇവിടെ നമുക്ക് അണ്ടർ വരുന്നത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഇവിടെ കാണാൻ പറ്റും. ഓൾറെഡി ലിസ്റ്റ് ഓഫ് ഗ്രൂപ്പ്സിൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ട്. നമ്മൾ സെർച്ച് ചെയ്യുക. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് കൊടുക്കുക. GST അപ്ലിക്കബിൾ ടു നോട്ട് അപ്ലിക്കബിൾ എന്ന് കൊടുക്കണം. ഫ്യൂൽ എക്സ്പെൻസ് 500 ആണെങ്കിൽ സെലക്ട് ചെയ്യുക. Ctrl+A എന്ന് കൊടുക്കുക. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ പെട്ടി ക്യാഷിൽ നിന്ന് പേയ്മെൻറ്റ് ചെയ്യുന്നത്. അതായത് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആണ്. അതായത് ഇപ്പോൾ നമ്മൾ റെൻറ്റിന് വേണ്ടി റൂം ഗോഡൗൺ എടുത്താൽ നമ്മൾ ആദ്യമായിട്ട് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ചെയ്യും. ആ ഡെപ്പോസിറ്റ് എൻട്രി നമുക്ക് എങ്ങനെ എൻ്റർ ചെയ്യാൻ നോക്കാം. അതിനുവേണ്ടി നമ്മൾ വൗച്ചേഴ്സിലേക്ക് വരാം. വൗച്ചേഴ്സിൽ അതിന് പേയ്മെൻറ്റ് തന്നെയാണ്. പേയ്മെൻറ്റ് ഫ്രം, ഇപ്പോൾ ഇൻ കേസ് ബാങ്കിൽ നിന്നാണ് പേയ്മെൻറ്റ് ചെയ്തതെങ്കിൽ കനറ ബാങ്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കനറ ബാങ്ക് ക്ലിക്ക് ചെയ്യാം. നമുക്കിവിടെ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം. അതായത് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്. ഓക്കെ, സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അത് വരുന്നത് കറണ്ട് അസറ്റ്സിലാണ് അണ്ടർ ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കറണ്ട് അസറ്റ്സ് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ലിസ്റ്റ് ഓഫ് ഗ്രൂപ്പ്സിൽ കറണ്ട് അസറ്റ്സ് ഉണ്ട്. എൻ്റർ ചെയ്യുക. എൻ്റർ കൊടുക്കുക. ഓക്കെ, Ctrl+A കൊടുക്കുക. സേവ്. ഇപ്പോൾ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഇൻ കേസ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തത് 50,000 ആണെങ്കിൽ 50,000 എത്രയാണ് ഡെപ്പോസിറ്റ് ചെയ്ത് ആ എമൗണ്ട് അടിക്കുക. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ 50,000 കൊടുക്കുന്നുണ്ട്. എൻ്റർ ചെയ്യുക. Ctrl+A കൊടുക്കുക. സേവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് നമ്മൾ ടാലിയിൽ എൻ്റർ ചെയ്യുന്നത്. കമ്പ്യൂട്ടർ ആണെങ്കിൽ കമ്പ്യൂട്ടർ, അല്ലെങ്കിൽ
എന്താണ് AC ആണെങ്കിൽ AC, അതൊക്കെ എന്താണ് ബിസിനസ്സിൻ്റെ ഫിക്സ്ഡ് ആസറ്റ്സ് ആണ്. അപ്പോൾ ആ ഫിക്സ്ഡ് ആസറ്റ് പർച്ചേസ് നമ്മൾ എങ്ങനെ എൻ്റർ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി എന്താക്കാം, നമ്മൾ വൗച്ചേഴ്സിലേക്ക് വീണ്ടും വരാം. വൗച്ചേഴ്സിൽ വന്നിട്ട് നമുക്ക് എന്താക്കാം, ഇവിടെ Ctrl H കൊടുത്താലേ നമുക്ക് ഡബിൾ എൻട്രി ഓപ്ഷൻസിൽ പോകാൻ പറ്റും. ഇപ്പോൾ ഡബിൾ എൻട്രി ഓപ്ഷൻസിൽ പോയിട്ട് നമുക്ക്, അതായത് ഡെബിറ്റും ക്രെഡിറ്റും പാർട്ടി നമുക്ക് ഡബിൾ എൻട്രി സൈഡിൽ കാണാൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ F12 കാണാൻ പറ്റും. താഴെ F12 പോയാൽ നമുക്കിവിടെ ഇവിടെ ബൈ ടു എന്നാണ് ഉള്ളത്. നമുക്കിവിടെ എന്താക്കാം, ക്രെഡിറ്റ് ഡെബിറ്റ് ചെയ്യാൻ പറ്റും. F12 ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ ഇവിടെ യൂസ് ക്രെഡിറ്റ് ഡെബിറ്റ് ഇൻസ്റ്റെഡ് ഓഫ് ടു ബൈ, അപ്പോൾ നമ്മളവിടെ യെസ് കൊടുക്കുക. അപ്പോൾ അത് ആ ഓപ്ഷൻ എന്തായിട്ട് എനേബിൾ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും, ഇവിടെ ഡെബിറ്റ് ക്രെഡിറ്റ് എനേബിൾ ആയിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ എന്താണ് പർച്ചേസ് ചെയ്തത്, എക്സാമ്പിൾ കമ്പ്യൂട്ടറാണ് പർച്ചേസ് ചെയ്തത്. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിന് പേയ്മെൻറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ അത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതിനുവേണ്ടി ഇവിടെ പേയ്മെൻറ്റിൽ വരിക. പേയ്മെൻറ്റിൽ വന്നിട്ട് ഇവിടെ ഡെബിറ്റ് സൈഡിൽ നമുക്കിവിടെ Alt C എന്ന് കൊടുത്തിട്ട് നമുക്ക് എന്താക്കാം, എക്സാമ്പിൾ കമ്പ്യൂട്ടറിന് ക്രിയേറ്റ് ചെയ്യാം. കമ്പ്യൂട്ടർ, ഓക്കെ. കമ്പ്യൂട്ടർ ക്രിയേറ്റ് ചെയ്തിട്ട് അത് അണ്ടർ വരുന്നത് ഫിക്സ്ഡ് ആസറ്റ്സ് ആണ് ഇവിടെ. ഓക്കെ, ഫിക്സ്ഡ് ആസറ്റ്സ് എൻട്രി കൊടുക്കുക. GST അപ്ലിക്കബിലിറ്റി നോട്ട് അപ്ലിക്കബിൾ കൊടുക്കുക. എൻട്രി കൊടുക്കുക. ഓക്കെ, അൺരജിസ്റ്റേർഡ് കൊടുക്കുക. സേവ് ചെയ്യാം. അതായത് നമ്മളിപ്പോൾ കമ്പ്യൂട്ടർ പർച്ചേസ് ചെയ്തത്, അതായത് 30,000 റുപ്പീസിനാണെങ്കിൽ 30,000 കൊടുക്കുക. പിന്നെ ഇവിടെ നമുക്ക് വേണ്ടത് നെക്സ്റ്റ് ഇനി ഇവിടെ ഡെബിറ്റ് അല്ല, അതായത് എമൗണ്ട് നമ്മൾ എവിടെ നിന്നാണോ പേയ്മെൻറ്റ് ചെയ്തത് അവിടെ നമുക്ക് ക്രെഡിറ്റ് കൊടുക്കണം. കൊടുത്തിട്ട് നമുക്ക് പേയ്മെൻറ്റ് ചെയ്തത് ഇപ്പോൾ ഇൻ കേസ് കാനറ ബാങ്കിൽ നിന്നാണെങ്കിൽ കാനറ ബാങ്ക് കൊടുക്കുക. അപ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് 30,000 കാനറ ബാങ്കിൽ നിന്ന് എന്തായിട്ടുണ്ട്, ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ഇവിടെ കാണാൻ പറ്റും കമ്പ്യൂട്ടർ ആസറ്റ്സിലേക്ക് 30,000 റുപ്പീസ് ഡെബിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ കാനറ ബാങ്കിൽ നിന്ന് 30,000 എന്തായിട്ടുണ്ട്, ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്താക്കാം, ഈ ട്രാൻസാക്ഷൻ സേവ് ചെയ്യാം. എൻട്രി കൊടുക്കുക. ഇവിടെ എൻട്രി കൊടുക്കുക, ഡീറ്റെയിൽസ് കൊടുക്കുക, Ctrl A കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫിക്സ്ഡ് ആസറ്റ് പർച്ചേസ് നമ്മൾ എൻറ്റർ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇപ്പോൾ നമ്മൾ എന്താക്കാം, എസ്കേപ്പ് അടിച്ച് ഇപ്പോൾ നെക്സ്റ്റ് ചെയ്യാനുള്ളത്, നമ്മുടെ ബിസിനസ്സിൻ്റെ സെയിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ആസറ്റ്സ് പർച്ചേസ് ചെയ്തു. അതായത് ഇപ്പോൾ നമുക്ക് നമ്മുടെ ബിസിനസ് ഇപ്പോൾ ഒരു സ്റ്റോറാണ്, അതായത് ഗ്ലാഡ്സ്മിത്ത് സ്റ്റോറാണ്. ഒരുപാട് ഐറ്റംസ് ഉണ്ടാകും. നമുക്ക് ഐറ്റംസ് പർച്ചേസ് ചെയ്യണം. ഇപ്പോൾ ഞാനിവിടെ ഇൻവോയ്സ് വെച്ച് നിങ്ങൾക്ക് കാണിക്കാം. ഇപ്പോൾ ഇവിടെ ഓൾറെഡി പർച്ചേസ് ഇൻവോയ്സ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും ഫ്രഷ് ഫുഡ്സ് ലിമിറ്റഡ്, അതായത് ഫ്രഷ് ഫുഡ്സ് ലിമിറ്റഡ് എന്നൊരു പാർട്ടിയിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്തു ഗ്ലാഡ്സ്മിത്ത് സ്റ്റോറിലേക്ക്. അപ്പോൾ നമുക്ക് ഈ പർച്ചേസ് എൻട്രി എങ്ങനെ എൻറ്റർ ചെയ്യാമെന്ന് നോക്കാം ടാലിയിൽ. അതിനുവേണ്ടി വീണ്ടും വൗച്ചേഴ്സിൽ വരാം. വൗച്ചേഴ്സിൽ വന്നിട്ട് നമുക്കിവിടെ പോവേണ്ടത് പർച്ചേസിലാണ്. റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും F9, അതായത് പർച്ചേസ് ആണ്. F9 ഷോർട്ട് കട്ട് കീ ആണ്. പർച്ചേസ് എന്ന് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഇൻവോയ്സ് നമ്പർ കാണാൻ പറ്റും. ഇൻവോയ്സ് നമ്പർ 06 ആണ്. 06 കൊടുക്കുക. അപ്പോൾ ഡേറ്റ് സെലക്ട് ചെയ്യാം. ഡേറ്റ്, അതായത് ഇൻവോയ്സിൽ ഡേറ്റ് 2/7/24 ആണ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഡേറ്റ് സെലക്ട് ചെയ്യാം. ഡേറ്റ് സെലക്ട് ചെയ്യാൻ വേണ്ടി ടാലിയിൽ F2 എന്താക്കാം, F2 ടാപ്പ് ചെയ്താൽ ഡേറ്റ് സെലക്ഷൻ ഓപ്ഷനിലേക്ക് പോകും. അപ്പോൾ ഇവിടെ ഡേറ്റ് എത്രയാണ്, 2/7 ആണ്. 2/7/24 ആണ്. ഓക്കെ, നമ്മൾ ഡേറ്റ് സെലക്ട് ചെയ്തു, ഇൻവോയ്സ് നമ്പർ സെലക്ട് ചെയ്ത് എൻറ്റർ കൊടുക്കുക. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് പാർട്ടി നെയിമാണ്. അതായത് ഇവിടെ പാർട്ടി ഏതാണ്, ഫ്രഷ് ഫുഡ്സ് ആണ്. ഇവിടെ പാർട്ടി കാണാൻ പറ്റും, നമ്മൾ പർച്ചേസ് ചെയ്ത പാർട്ടിയാണ്. നമുക്കിവിടെ പാർട്ടി ക്രിയേറ്റ് ചെയ്യാം. പാർട്ടി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ പാർട്ടി അക്കൗണ്ട് നെയിം ഓപ്ഷൻ കാണാൻ പറ്റും. ആ ബോക്സിൽ പോയിട്ട് നമുക്ക് അവിടെ എന്താക്കാം, Alt C എന്ന് ക്ലിക്ക് ചെയ്താൽ, ടാപ്പ് ചെയ്താൽ നമുക്ക് എന്ത് ക്രിയേഷൻസിൽ പോവും. Alt C. ഓക്കെ, ഇവിടെ പാർട്ടി നെയിം എന്താണ്, ഫ്രഷ് ഫുഡ്സ് ലിമിറ്റഡ്. ഫ്രഷ് ഫുഡ്സ് ലിമിറ്റഡ്. ഓക്കെ, എൻറ്റർ ചെയ്യാം. നെക്സ്റ്റ് നമ്മുടെ പർച്ചേസ് പാർട്ടി ഇപ്പോൾ വരുന്നത് അണ്ടർ സൺഡ്രി ക്രിയേറ്റേഴ്സിലാണ്. ഓക്കെ, ഇവിടെ നമുക്ക് സൺഡ്രി ക്രിയേറ്റേഴ്സ് സെലക്ട് ചെയ്യാം. സൺഡ്രി, ഇവിടെ റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും സൺഡ്രി ക്രെഡിറ്റേഴ്സ്. ഓക്കെ, എൻറ്റർ ചെയ്യാം. അപ്പോൾ പാർട്ടി അഡ്രസ്സ് എവിടെയാണ്, ഇപ്പോൾ ഇവിടെ GST കോഡിൻ്റെ ആദ്യത്തെ 2 നമ്പർ ചൂസ് ചെയ്യുന്നത് എന്താക്കണം, സ്റ്റേറ്റ് കോഡാണ്. ഇപ്പോൾ ഇവിടെ 32 ആണ്. 32 ആണെങ്കിൽ അത് 32 GST കോഡ്, അത് കേരളയാണ്. നമ്മളിവിടെ എന്താക്കാം, നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഇപ്പോൾ നമുക്ക് പാർട്ടീൻ്റെ GST നമ്പറിൻ്റെ ആദ്യത്തെ 2 നമ്പർ
മെൻഷൻ ചെയ്യുന്നത് എന്താണ് സ്റ്റേറ്റ് കോഡാണ്. അപ്പോൾ ഇവിടെ 32 ആണ്. 32 ആണെങ്കിൽ അത് കേരളയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കേരള സെലക്ട് ചെയ്യാം. ഓക്കെ, എൻ്റർ കൊടുക്കാം. റെഗുലർ എന്ന് കൊടുക്കാം. GST നമ്പർ ഇവിടെ ഉണ്ട്, കാണാൻ പറ്റും 32. അപ്പോൾ നമ്മളത് എന്താക്കാം, കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യാം. നെക്സ്റ്റ് നമുക്കിനി വേണ്ടത് പർച്ചേസ് ലെഡ്ജറാണ്. അതായത് ഇപ്പോൾ ഇവിടെ ഇത് ലോക്കൽ പർച്ചേസാണ്. ഇൻസൈഡ് സ്റ്റേറ്റ് പർച്ചേസ് ആണെങ്കിൽ ലോക്കലാണ്, ഔട്ട്സൈഡ് സ്റ്റേറ്റ് പർച്ചേസ് ആണെങ്കിൽ അത് ഇൻറ്റർ സ്റ്റേറ്റ് പർച്ചേസ് ആവും. ഓക്കെ, അതേപോലെ സെയിൽസും അങ്ങനെയാണ്. ഇപ്പോൾ നമുക്ക് വേണ്ടത് അതായത് ഇത് ഇൻസൈഡ് സ്റ്റേറ്റ് പർച്ചേസ് ആണ്. അപ്പോൾ നമുക്ക് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം. Alt+C എന്ന് കൊടുത്തിട്ട് ലോക്കൽ പർച്ചേസ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ലോക്കൽ പർച്ചേസ്. നെക്സ്റ്റ് അണ്ടർ വരുന്നത് ഇവിടെ പർച്ചേസ് അക്കൗണ്ട്സ് ആണ്. ഇവിടെ കാണാൻ പറ്റും പർച്ചേസ് അക്കൗണ്ട്സ്. എൻട്രി കൊടുക്കുക. ഇവിടെ ഗൂഡ്സ് എന്ന് കൊടുക്കുക. ഐറ്റം ക്രിയേറ്റ് ചെയ്യാം. അതായത് ഇവിടെ ഐറ്റം കാണാൻ പറ്റും, എന്താണ്, ഷുഗറാണ് പർച്ചേസ് ചെയ്തത്. ഓക്കെ, ക്വാണ്ടിറ്റി പ്രൈസ് ഒക്കെ ഉണ്ട്. നമുക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യാം. അതിനുവേണ്ടി എന്താക്കണം, നെയിം ഓഫ് ഐറ്റം ഇവിടെ വന്നിട്ട് നമുക്ക് ഐറ്റംസ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി Alt+C എന്ന് കൊടുക്കുക. ഐറ്റം നെയിം ഇവിടെ ഷുഗറാണ്. ഓക്കെ, ഇപ്പോൾ നമുക്കിവിടെ ഗ്രൂപ്പ് സെലക്ട് ചെയ്യണം. അതായത് ഇപ്പോൾ ഷുഗർ എന്താണ്, ഗ്രോസറീസിൽ ആഡ് ചെയ്യാം. ഓക്കെ, ഷുഗർ എന്താണ് നമുക്ക് ഇല്ലെങ്കിൽ അതായത് ജനറൽ സ്റ്റോറിൽ ഇപ്പോൾ ഒരുപാട് ഐറ്റംസ് ഉണ്ടാവും. ഫ്രൂട്ട്സ് ഉണ്ടാവും, ഗ്രോസറീസ് ഉണ്ടാവും, അങ്ങനെ ഒരുപാട് ഐറ്റംസ്. നമുക്കിപ്പോൾ ഷുഗർ ഗ്രോസറീസ് ഉണ്ടല്ലോ, സെലക്ട് ചെയ്യാം. ഗ്രൂപ്പ് വരുന്നത് ഗ്രോസറീസ് ആണ്. ഓക്കെ, ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ ഇപ്പോൾ യൂണിറ്റ് സെലക്ട് ചെയ്യണം. അതായത് ഇപ്പോൾ ഷുഗർ പർച്ചേസ് ചെയ്തത് kg-ലാണെങ്കിൽ ഇപ്പോൾ ഒരു kg നമുക്ക് യൂണിറ്റ് ക്രിയേറ്റ് ചെയ്യാം. അതായത് ഇപ്പോൾ സിമ്പിൾ kg ആണ്. ഫോർമൽ നെയിം കിലോഗ്രാം ആണ്. കിലോഗ്രാം. ഇപ്പോൾ ഇവിടെ UQC കോഡ് ഉണ്ട്. ലിസ്റ്റ് ഓഫ് UQC കോഡ് ഓൾറെഡി ഇവിടെ ഡിഫോൾട്ട് ആയിട്ട് വരും. നമുക്കതിൽ kgs ഉണ്ടാകുന്ന നോക്കാം. കിലോഗ്രാം ഓൾറെഡി ഉണ്ട്. എൻ്റർ ചെയ്യാം. Ctrl+A കൊടുക്കുക, സേവ് ചെയ്യാം. ഓക്കെ, ഇവിടെ kg ക്രിയേറ്റ് ആയിട്ട് നെക്സ്റ്റ് നമുക്ക് HSN ഡീറ്റെയിൽസ് ആണ്. ബില്ലിൽ HSN ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ നമുക്കിവിടെ സ്പെസിഫൈ കൊടുത്തിട്ട് ഇവിടെ എൻ്റർ ചെയ്യാം. ഇല്ലെങ്കിൽ ആസ് പെർ കമ്പനി സ്റ്റോക്ക് കൊടുക്കുക. ഇവിടെ GST റേറ്റ് ഡീറ്റെയിൽസ് ആണ്. അതായത് എത്രയാണ് ആ പർട്ടിക്കുലർ ഐറ്റമിന് GST റേറ്റ് ഉള്ളത്. അപ്പോൾ ഇവിടെ സ്പെസിഫൈ കൊടുക്കുക. നമുക്ക് ബില്ലിൽ കാണാൻ പറ്റും. അതായത് 5% ആണ് GST റേറ്റ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എന്താക്കാം, ടാക്സബിളും കൊടുത്തിട്ട് 5% കൊടുക്കുക. ഓക്കെ, എൻ്റർ ചെയ്യാം. നമുക്കിപ്പോൾ ഐറ്റം ക്വാണ്ടിറ്റി സെലക്ട് ചെയ്യണം. അതായത് ഇവിടെ ക്വാണ്ടിറ്റി കാണാൻ പറ്റും 200 ആണ് ക്വാണ്ടിറ്റി. അപ്പോൾ 200 സെലക്ട് ചെയ്യുക. എൻ്റർ കൊടുക്കുക. റേറ്റ് സെലക്ട് ചെയ്യുക. അതായത് റേറ്റ് ഇവിടെ 40 rupees ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ റേറ്റ് 40 എൻ്റർ ചെയ്യുക. അപ്പോൾ ഇവിടെ എമൗണ്ട് വന്നിട്ടുണ്ട്, അതായത് 8000 rupees. അപ്പോൾ നമുക്കിവിടെ ഡിസ്കൗണ്ട് കാണാൻ പറ്റും 500. അപ്പോൾ നമുക്ക് എന്താക്കണം, ഡിസ്കൗണ്ട് എൻ്റർ ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ എന്താക്കണം, ഇവിടെ ഷുഗർ നമുക്കിവിടെ F12 കാണാൻ പറ്റും. റൈറ്റ് സൈഡിൽ താഴെ F12 ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഷോ മോർ കോൺഫിഗറേഷൻ കാണാൻ പറ്റും. അതിലൂടെ എസ് കൊടുക്കുക. അപ്പോൾ അവിടെ നമുക്ക് ഷോ ഓൾ കോൺഫിഗറേഷൻ കാണാൻ പറ്റും. അവിടെ ഇപ്പോൾ ഇവിടെ നമുക്ക് പ്രൊവൈഡ് ക്യാഷ് ഓർ ട്രേഡ് ഡിസ്കൗണ്ട് കാണാൻ പറ്റും. അതെന്താക്കാം, എനേബിൾ ചെയ്യാം. ഇപ്പോൾ ഇവിടെ പ്രൊവൈഡ് ക്യാഷ് ഓർ ട്രേഡ് ഡിസ്കൗണ്ട് കാണാൻ പറ്റും. അതെന്താക്കാം, ഇവിടെ നോന്നുണ്ട്, അത് SC കൊടുക്കാം. ഓക്കെ, അപ്പോൾ S കൊടുത്ത് നമ്മൾ നെക്സ്റ്റ് എന്താക്കാം, Ctrl+A കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഡിസ്കൗണ്ട് എന്നൊരു നമുക്ക് എന്താക്കാം, ഒരു സബ് ഹെഡ് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, എനേബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് എന്താക്കാം, നമുക്ക് അവിടെ ആദ്യത്തെ ബോക്സിൽ അതായത് പെർസെൻറ്റേജ് വൈസ് ആണ്. രണ്ടാമത്തെ ബോക്സിൽ നമുക്ക് വാല്യൂ, ഇപ്പോൾ ഇവിടെ വാല്യൂ ആണുള്ളത് ഡിസ്കൗണ്ട് 500 എന്ന്. നമുക്ക് 500 കൊടുക്കാം. ഓക്കെ, നമ്മൾ ഐറ്റം ക്രിയേറ്റ് ചെയ്ത് നെക്സ്റ്റ് നമുക്ക് എന്താക്കാം, വീണ്ടും എൻ്റർ കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് ഇനി ചെയ്യേണ്ടത്, ഇപ്പോൾ ഈ ഡിസ്കൗണ്ട് 500 നമ്മൾ മെൻഷൻ ചെയ്തു. നമുക്കിപ്പോൾ ഇവിടെ വാല്യൂ എന്ന് എന്താണ് 500 ഡിഡക്റ്റ് ആവണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്താക്കണം, ഇവിടെ Alt+C എന്ന് കൊടുക്കുക. ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം. അതായത് ഡിസ്കൗണ്ട് റിസീവ്ഡ് ഇപ്പോൾ ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്താണ്, ഇൻഡയറക്റ്റ് ഇൻകം ആണ്. അതായത് നമുക്ക് ഡിസ്കൗണ്ട് ലഭിച്ചതാണ് പർച്ചേസ് ചെയ്യുമ്പോൾ, ഇൻഡയറക്റ്റ് ഇൻകമോ. ടൈപ്പ് ഓഫ് ലെഡ്ജർ എന്താണ്, ഇവിടെ ടൈപ്പ് ഓഫ് ലെഡ്ജർ വരുന്നത് ഡിസ്കൗണ്ട് എന്ന് കാണാൻ പറ്റും. ഇവിടെ ഡിസ്കൗണ്ട് എന്ന് കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എൻ്റർ ചെയ്യാം. ഡിസ്കൗണ്ട് ഇവിടെ -500 ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഡിസ്കൗണ്ട് റിസീവ്ഡ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്.
നെക്സ്റ്റ് നമുക്കിന് വേണ്ടത് അതായത് CGST SGST, അതായത് ലോക്കൽ പർച്ചേസ് ആകുമ്പോൾ CGST വരും, SGST വരും, അതായത് സെൻട്രൽ ടാക്സും സ്റ്റേറ്റ് ടാക്സും. ഓക്കെ, നമുക്കത് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി ഇവിടെ Alt+C എന്ന് കൊടുക്കുക, നമുക്ക് CGST ക്രിയേറ്റ് ചെയ്യാം. CGST കൊടുക്കുക. അണ്ടർ വരുന്നത് ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസിലാണ്. ഇവിടെ കാണാൻ പറ്റും ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ്. എൻ്റർ കൊടുക്കുക. ടൈപ്പ് ഓഫ് ലെഡ്ജർ അവിടെ ഓൾറെഡി GST നമുക്കൊരു ഓപ്ഷൻസ് കാണാൻ പറ്റും. അപ്പോൾ അവിടെ GST എന്ന് കൊടുക്കാം. GSTയിൽ നമുക്കിവിടെ CGST സബ് ഓപ്ഷൻ ഉണ്ട്, അത് കൊടുക്കാം. അവിടെ നമുക്ക് പെർസെൻറ്റേജ് സ്പെഷ്യലായിട്ട് മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല, ഓട്ടോമേറ്റഡ് ആയിട്ട് എന്താവും അത് CGST കാൽക്കുലേറ്റ് ചെയ്യും. ഞാനിവിടെ എൻ്റർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഓട്ടോമേറ്റഡ് ആയിട്ട് എന്തായിട്ടുണ്ട് CGST കാൽക്കുലേറ്റ് ആയിട്ടുണ്ട്. വീണ്ടും നമുക്ക് ഇതിന് വേണ്ടത് SGST ആണ്. താഴെ ഒന്ന് Alt+C കൊടുക്കുക, SGST സെലക്ട് ചെയ്യാം. SGST. ഓക്കെ, അതും ഡ്യൂട്ടീസ് ആൻഡ് ടാക്സിലാണ്. ഇപ്പോൾ ഇവിടെ ടൈപ്പ് ഓഫ് ഡ്യൂട്ടി വരുന്നത് GST ആണ്. ഇപ്പം ഇത് SGST ആണ്, ഇവിടെ കാണാൻ പറ്റും SGST. എൻ്റർ ചെയ്യുക, കൺട്രോൾ ചെയ്യുക കൊടുക്കുക. അപ്പോൾ അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമുക്കിവിടെ ഇൻവോയ്സ് ടോട്ടൽ നോക്കാൻ പറ്റും. ഇൻവോയ്സ് ടോട്ടൽ അതായത് GST എത്രയാണ്, CGST SGST ഇവിടെ 187 ആണ്. ഇപ്പോൾ ഇവിടെ 187 കാണാൻ പറ്റും, അതായത് CGST SGST. ഇൻവോയ്സ് ടോട്ടൽ എത്രയാണ്, 7875. ഇപ്പോൾ ഇവിടെ 7875. ഓക്കെ, അപ്പോൾ നമ്മൾ ബില്ല് ടാലി ആയിട്ടുണ്ട്. ഇങ്ങനെയായിട്ട് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എൻ്റർ കൊടുക്കുക. നമുക്കിവിടെ റെഫറൻസ് ചോദിക്കുന്നുണ്ട്, അതായത് നമുക്ക് നെക്സ്റ്റ് ഇപ്പോൾ ആ പാർട്ടിക്ക് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ഈ ബില്ല് റെഫറൻസ് വെച്ചിട്ട് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ റെഫറൻസ് നമ്പറായിട്ട് എന്താണ് ഇൻവോയ്സ് നമ്പറാണ് യൂസ് ചെയ്യുന്നത്. എൻ്റർ കൊടുക്കുക. ഓക്കെ, നമുക്കിപ്പോൾ ഓക്കെ, അപ്പോൾ ഈ പർച്ചേസ് എൻട്രി സേവ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് വീണ്ടും ഒരു പർച്ചേസ് എൻ്റർ ചെയ്യാം. അതായത് ഇപ്പോൾ എന്താക്കാൻ നമുക്ക് ഒരു IGST ഇൻട്ര സ്റ്റേറ്റ് പർച്ചേസ് എൻ്റർ ചെയ്യാം. അതായത് ഔട്ട് ഓഫ് സ്റ്റേറ്റ് പർച്ചേസ്, അതായത് ഔട്ട് ഓഫ് സ്റ്റേറ്റ് നമ്മൾ പർച്ചേസ് ചെയ്താൽ അത് എൻ്റർ ചെയ്യാം. അപ്പോൾ നമ്മൾ വീണ്ടും പർച്ചേസിൽ വന്നിട്ട് ഇവിടെ നമ്മൾ സേവ് ചെയ്താൽ നമുക്ക് നെക്സ്റ്റ് ഇൻവോയ്സ് എൻ്റർ ചെയ്യാം. അതായത് FT/54 ആണ്. FT/54 ആണ്. നമുക്ക് ഡേറ്റ് സെലക്ട് ചെയ്യാം. ഡേറ്റ് ഇവിടെ 1/5/2024 ആണ്. 1/5/24 ആണ്. ഓക്കെ, ഡേറ്റ് സെലക്ട് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് പാർട്ടി നെയിമാണ്, അതായത് ഫല ട്രേഡേഴ്സ് ആണ് ഇവിടെ പാർട്ടി. ഓക്കെ, നമുക്ക് അവിടെ പാർട്ടി അക്കൗണ്ട് നെയിം നമുക്ക് ഇവിടെ വന്നിട്ട് Alt+C എന്ന് കൊടുക്കാം. ഫല ട്രേഡേഴ്സ്. ഓക്കെ, അപ്പോൾ പാർട്ടി വരുന്നത് പർച്ചേസ് പാർട്ടി ഇപ്പോൾ വരുന്നത് സൺഡ്രി ക്രിയേറ്റേഴ്സ് ആണ്. ഇപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിൽ സൺഡ്രി ക്രിയേറ്റേഴ്സ് ലിസ്റ്റ് ഓഫ് ഗ്രൂപ്പ്സിൽ കാണാൻ പറ്റും. നമ്മളിവിടെ സൺഡ്രി എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഇവിടെ ലിസ്റ്റായിട്ട് വരുന്നത് സൺഡ്രി ക്രിയേറ്റേഴ്സ് കൊടുക്കാം. എൻ്റർ ചെയ്യാം. ഇപ്പോൾ ഇവിടെ പാർട്ടി GST കോഡ് കാണാൻ പറ്റും, അതായത് GST കോഡ് 29 ആണ്. 29 വരുന്നത് കർണാടകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് GST കോഡിൻ്റെ അഡ്രസ്സ് അറിഞ്ഞിരിക്കണം. ഇവിടെ കർണാടക സെലക്ട് ചെയ്യാം. കർണാടക എൻ്റർ കൊടുക്കാം. GST നമ്പർ ഇവിടെ ഓൾറെഡി മെൻഷൻ ഉണ്ട് ബില്ലിൽ. നമുക്ക് അത് നോക്കിയിട്ട് മാനുവൽ എൻ്റർ ചെയ്യാം, ഇല്ലെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്കിപ്പോൾ ഡീറ്റെയിൽസ് നോക്കാൻ പറ്റും. എൻ്റർ കൊടുക്കുക. നെക്സ്റ്റ് വേണ്ടത് പർച്ചേസ് ലെജറാണ്. നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തത് ലോക്കൽ പർച്ചേസ് ആണ്. ഇപ്പോൾ ഇത് ഔട്ട് ഓഫ് സ്റ്റേറ്റ് പർച്ചേസ് ആണ്. അപ്പോൾ നമുക്കിവിടെ വീണ്ടും പർച്ചേസ് ലെജർ ക്രിയേറ്റ് ചെയ്യണം, അതായത് ഇൻട്ര സ്റ്റേറ്റ് പർച്ചേസ്. ഓക്കെ, ഇൻട്ര സ്റ്റേറ്റ് പർച്ചേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. എൻ്റർ കൊടുക്കുക. അപ്പോൾ ഇവിടെ വേണ്ടത് അണ്ടർ പർച്ചേസ് അക്കൗണ്ട്സ് ആണ്. എൻ്റർ കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ഗൂഡ്സ് സെലക്ട് ചെയ്യുക, കൺട്രോൾ ചെയ്യുക കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് ഇപ്പോൾ ഇവിടെ ഐറ്റം, അതായത് ഐറ്റം ഡിസ്ക്രിപ്ഷൻ കാണാൻ പറ്റും, അതായത് ബട്ടറാണ് പർച്ചേസ് ചെയ്തത്. നമുക്കിവിടെ ഐറ്റം ക്രിയേറ്റ് ചെയ്യാം. ഇതാണ് Alt+C എന്ന് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ബട്ടർ. ഓക്കെ, ഇപ്പോൾ ഇവിടെ അണ്ടർ ഓഫ് ഗ്രൂപ്പ്സ് വരുന്നത് എന്താണ്, ഗ്രോസറീസിലാണ് വരുന്നത്. എൻ്റർ കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ബട്ടർ KGയിലാണ് ഉള്ളത്. നമ്മൾ KG യൂണിറ്റിലാണ് പർച്ചേസ് ചെയ്തതെങ്കിൽ KG കൊടുക്കുക. ഏതാണ് യൂണിറ്റ് നിങ്ങൾ വെച്ചിട്ട് പർച്ചേസ് ചെയ്യുന്നത് ആ യൂണിറ്റ് നമുക്ക് എന്താക്കാം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ KG കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഇവിടെ GST റേറ്റ് സ്പെസിഫൈഡ് ഡീറ്റെയിൽസ് ചെയ്ത് കൊടുക്കാം. അവിടെ എത്രയാണ് GST റേറ്റ്, അതായത് ഇത് 12% ആണ് റേറ്റ്. അപ്പോൾ GST റേറ്റ് അവിടെ ടാക്സബിൾ കൊടുത്തിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. GST റേറ്റ് 12% കൊടുക്കാം. എൻ്റർ
നമുക്കിവിടെ ക്വാണ്ടിറ്റി എത്രയാണ് ക്വാണ്ടിറ്റി കാണാൻ പറ്റും 150 ആണ്. ഓക്കെ, 150 kg. റേറ്റ് എത്രയാണ് 120 ആണ് റേറ്റ് പെർ kg. ഓക്കെ, നെക്സ്റ്റ് ഡിസ്കൗണ്ട് എത്രയാണ് കൊടുത്തത് 500 ആണ് ഡിസ്കൗണ്ട് കിട്ടിയത്. അപ്പോൾ ഇവിടെ ഡിസ്കൗണ്ട് 500 സെലക്ട് ചെയ്യാം, എൻ്റർ കൊടുക്കാം. ഡിസ്കൗണ്ട് ഇവിടെ നമുക്ക് ഇവിടെയാണ് കൊടുക്കേണ്ടത്, ഡിസ്കൗണ്ട് 500 കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇനി വേണ്ടത് ഡിസ്കൗണ്ട് നമുക്ക് സ്പെഷ്യലായിട്ട് മെൻഷൻ ചെയ്യണം, ഡിസ്കൗണ്ട് ഡിഡക്റ്റ് ചെയ്യണം. ഡിസ്കൗണ്ട് റിസീവ്ഡ് നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, എൻ്റർ ചെയ്യാം. അപ്പോൾ ഡിസ്കൗണ്ട് മൈനസ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് എന്താണ്, അതായത് IGST ആണ്. ഇവിടെ ഇൻട്രസ്റ്റ് പർച്ചേസ് ആകുമ്പോൾ IGST വരും, നമുക്ക് IGST ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അവിടെ ഡിസ്കൗണ്ട് താഴെ വന്നിട്ട് നമുക്ക് എന്താക്കാം Alt+C എന്ന് കൊടുക്കാം. അവിടെ IGST സെലക്ട് ചെയ്യുക. IGST വരുന്നത് ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസിലാണ്, സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ടൈപ്പ് ഓഫ് ഡ്യൂട്ടി ടാക്സ് GST സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ IGST സബ് കാണാൻ പറ്റും, ടാക്സ് ടൈപ്സ് IGST കൊടുക്കാം, എൻ്റർ കൊടുക്കാം. അപ്പോൾ ഇവിടെ IGST ഓട്ടോമാറ്റിക്കായിട്ട് കാൽക്കുലേറ്റ് ആയിട്ടുണ്ട്, കാണാൻ പറ്റും 2100. ഓക്കെ, അപ്പോൾ ഇവിടെ ബില്ല് നമുക്ക് കാണാൻ പറ്റും IGST എത്രയാണ് 2100 ആണ്. ടോട്ടൽ ഇൻവോയ്സ് എമൗണ്ട് 90,600 ഇവിടെ കാണാൻ പറ്റും 90,600. ഓക്കെ, എൻ്റർ കൊടുക്കാം. നമുക്കിവിടെ ന്യൂ റെഫറൻസ് വെച്ചിട്ട് നമുക്ക് എന്താക്കാം ഈ പാർട്ടിയുടെ ബില്ലും നമുക്ക് റെഫറൻസ് ചെയ്യാം. ഓക്കെ, എൻ്റർ ചെയ്തു. നെക്സ്റ്റ് നമുക്ക് ഇതിനുള്ളത് അതായത് എക്സംപ്റ്റഡ് പർച്ചേസ് ആണ്. അതായത് ഇപ്പോൾ ടാക്സ് ഇല്ലാത്ത ഐറ്റംസ് ഉണ്ടാവും, അപ്പോൾ നമുക്ക് ആ പർച്ചേസ് എങ്ങനെ എൻ്റർ ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇപ്പോൾ ഇതിന് ടാക്സ് ഇല്ല ഈ ബില്ലിൽ. നമുക്കിപ്പോൾ ഇവിടെ ഇൻവോയ്സ് നമ്പർ എത്രയാണ് 06 ആണ്, 06 കൊടുക്കാം. ഡേറ്റ് 27 ആണ്. പാർട്ടി നെയിം ആഗ്രോ ഫ്രഷ് സപ്ലൈസ് ആണ്, നമുക്കത് ക്രിയേറ്റ് ചെയ്യാം. Alt+C എന്ന് കൊടുക്കാം. ആഗ്രോ ഫ്രഷ് സപ്ലൈസ് എന്ന് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ വരുന്നത് സൺഡ്രി ക്രിയേറ്റേഴ്സ് ആണ്, എൻ്റർ കൊടുക്കാം. GST കോഡ് എത്രയാണ് 29 ആണ്, അതായത് കർണാടക തന്നെയാണ്. GST കോഡ് നമുക്ക് എൻ്റർ ചെയ്യാം. ഇവിടെ GST ഓപ്ഷൻസിൻ്റെ അവിടെ എൻ്റർ കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് പർച്ചേസ് ലെഡ്ജർ വേണ്ടത് അതായത് എക്സംപ്റ്റ് പർച്ചേസ് ആണ്. അതായത് എക്സംപ്റ്റ് എന്ന് വെച്ചാൽ ടാക്സ് ഇല്ല, ടാക്സ് എക്സംപ്റ്റഡ് പർച്ചേസ് ആണ്. അപ്പോൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. Alt+C എന്ന് കൊടുത്തിട്ട് എക്സംപ്റ്റഡ് പർച്ചേസ് ഇപ്പോൾ ഇവിടെ വരുന്നത് പർച്ചേസ് അക്കൗണ്ട്സിലാണ്. ക്രിയേറ്റ് ചെയ്യാം. ഗൂഡ്സ് കൊടുക്കാം, കൺട്രോൾ ചെയ്യാൻ കൊടുക്കാം. നെക്സ്റ്റ് നമുക്കിവിടെ ഐറ്റംസ് ക്രിയേറ്റ് ചെയ്യാം. എന്താണ് ഐറ്റം, അതായത് ആപ്പിളാണ്. Alt+C എന്ന് കൊടുക്കാം, ആപ്പിൾ. ഇപ്പോൾ ഇവിടെ വരുന്നത് നമുക്ക് ഗ്രൂപ്പ്സ് വരുന്നത് ഫ്രൂട്ട്സ് ആണ്. നേരത്തെ നമ്മൾ ഗ്രോസറി സെലക്ട് ചെയ്ത് നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാം ഗ്രൂപ്പ്സ്. ഫ്രൂട്ട്സ് സെൻറ്ററിലാണ് ആപ്പിൾ വരുന്നത്. ഓക്കെ, സേവ് ചെയ്യാം. നെക്സ്റ്റ് ഇപ്പോൾ ആപ്പിളും എന്താണ് KG വൈസിലാണ് വരുന്നത്, KG സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ GST റേറ്റ് ഡീറ്റെയിൽസ്, അതായത് ഇവിടെ എക്സംപ്റ്റ് എന്ന് കാണാൻ പറ്റും. നമുക്കിവിടെ ടാക്സബിലിറ്റി ടൈപ്പിൽ എക്സംപ്റ്റഡ്, നേരത്തെ നമ്മൾ കൊടുത്തതെല്ലാം ടാക്സബിൾ ആണ്, ഇപ്പോൾ നമുക്ക് വേണ്ടത് എക്സംപ്റ്റഡ് ആണ്. അപ്പോൾ ഇവിടെ എക്സംപ്റ്റ് കൊടുക്കാം. ഓക്കെ, അതായത് 0% ടാക്സ് ആണ്, ഗൂഡ്സ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വാണ്ടിറ്റി എത്രയാണ് 100 ആണ്, 100 എന്ന് കൊടുക്കാൻ പറ്റും. റേറ്റ് 80 റുപ്പീസാണ് പെർ kg, 80 കൊടുക്കാം. ഡിസ്കൗണ്ട് 500 ആണ്. ഓക്കെ, നമുക്കിപ്പോൾ ഇതിൻ്റെ ടാക്സ് സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല, IGSTയും ഇല്ല, CGST SGST ഒന്നുമില്ല. ഡിസ്കൗണ്ട് ഡയറക്റ്റ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. ഡിസ്കൗണ്ട് നമുക്ക് എത്രയും നോക്കാം, 500 ആണ്. ടോട്ടൽ ഇൻവോയ്സ് വാല്യൂ എത്രയാണ് ഇവിടെ 7500 ആണ് ടോട്ടൽ. ഓക്കെ, 7500 വന്നിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എക്സംപ്റ്റ് പർച്ചേസ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് റെഫറൻസ് വെക്കാം, കൺട്രോൾ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പം നമ്മൾ പർച്ചേസ് എൻ്റർ ചെയ്തു. നമുക്ക് നെക്സ്റ്റ് ചെയ്യാനുള്ളത്, അതായത് ഇപ്പോൾ നെക്സ്റ്റ് ഇനിയിപ്പോൾ നമ്മൾ പേയ്മെൻ്റ് ആണ് ചെയ്യേണ്ടത്. അതായത് നമ്മൾ പർച്ചേസ് ചെയ്ത പാർട്ടിക്ക് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ എവിടേക്കാണ് പോകേണ്ടത്? ഇപ്പോൾ നമ്മൾ FI എന്താക്കാം ടാപ്പ് ചെയ്താൽ പേയ്മെൻറ്റിലേക്ക് പോകും. ഇല്ലെങ്കിൽ റൈറ്റ് സൈഡിലൂടെ പേയ്മെൻറ്റ് ഓപ്ഷൻ കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ പേയ്മെൻറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യാം. നമുക്ക് പേയ്മെൻറ്റിൽ പോയിട്ട് നമുക്കിപ്പോൾ ഇവിടെ ഡെബിറ്റ്, അതായത് ഏത് പാർട്ടിയിലേക്കാണോ പേയ്മെൻറ്റ് ചെയ്യുന്നത് അത് ഡെബിറ്റ് അണ്ടറിൽ വരും. ഇവിടെ ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ പർച്ചേസ് ചെയ്തത്
എന്താക്കാം ആഗ്രോ ഫ്രഷ് സപ്ലൈസ് നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ നമുക്കിവിടെ ബാലൻസ് കാണാൻ പറ്റും. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഇനി അവർക്ക് കൊടുക്കാനുള്ളത് 7500. നമ്മൾ ഫുൾ എമൗണ്ട് കൊടുക്കുന്നില്ല, നമ്മൾ എക്സാമ്പിൾ ഇപ്പോൾ 5000 ആണ് കൊടുക്കുന്നത്. ഓക്കെ, എൻ്റർ ചെയ്തു. അപ്പോൾ എഗെയിൻസ്റ്റ് റെഫറൻസ് ചോദിക്കുന്നുണ്ട്, അതായത് നേരത്തെ നമ്മൾ റെഫറൻസ് വെച്ചിട്ടാണ് നമ്മൾ ബില്ല് സേവ് ചെയ്തത്. അപ്പോൾ അതേ റെഫറൻസ് വെച്ച് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ റെഫറൻസ് നമ്പർ, ഇൻവോയ്സ് നമ്പർ കാണാൻ പറ്റും. എൻ്റർ ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്തത് ക്യാഷ് ആണെങ്കിൽ ക്യാഷ്, അല്ലെങ്കിൽ കാനറ ബാങ്ക് ആണെങ്കിൽ ബാങ്ക്. ഞാനിപ്പോൾ ഇവിടെ കാനറ ബാങ്ക് കൊടുക്കുന്നുണ്ട്. ഓക്കെ, കാനറ ബാങ്കിൽ നിന്ന് 5000 പേയ്മെൻറ്റ് ആയിട്ടുണ്ട്. നമ്മൾ പേയ്മെൻറ്റ് എൻ്റർ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, കൺട്രോൾ ചെയ്യുന്ന കൊടുക്കുക, സേവ് ചെയ്യാം. സെയിൽസ് ആണ്, അതായത് നമ്മൾ പർച്ചേസ് ചെയ്ത ഐറ്റം നമുക്ക് സെയിൽ ചെയ്യണം. നമുക്ക് സെയിൽ എൻ്റർ ചെയ്യണം നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ സെയിൽസ് ഇൻവോയ്സ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഗ്ലാഡ്സ് മിസ് സ്റ്റോർ, അതായത് നമ്മുടെ ബിസിനസ് കമ്പനിയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ പേയ്മെൻറ്റ് സെയിൽ ചെയ്യുന്നത് പാർട്ടി നെയിം ഇവിടെ കാണാൻ പറ്റും. ഇൻവോയ്സിൽ അവിടെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും, ഐറ്റംസൊക്കെ. അതായത് ഇപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് IGST സെയിലാണ്. ഓക്കെ, ഇൻട്രസ്റ്റഡ് സെയിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ എന്താക്കാം, വൗച്ചേഴ്സിൽ വന്നിട്ട് നമുക്കിവിടെ റൈറ്റ് സൈഡിൽ F8 കാണാൻ പറ്റും, അതായത് സെയിൽസ് ആണ് F8. അപ്പോൾ F8 ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ സെയിൽസിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എന്താക്കണം, ഇൻവോയ്സ് നമ്പർ ഡിഫോൾട്ടായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് മാനുവലായിട്ട് നമ്മൾ എൻ്റർ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്താക്കണം, എസ്കേപ്പിൽ പോവുക, എൻ്റർ കൊടുക്കുക. അപ്പോൾ ഇവിടെ വൗച്ചർ ടൈപ്പ് കാണാൻ പറ്റും, എൻ്റർ കൊടുക്കുക. വൗച്ചർ ടൈപ്പിലൂടെ സെയിൽസ് എന്നുണ്ട്. അപ്പോൾ സെയിൽസ് എന്ന് എന്താക്കാം, എൻ്റർ ചെയ്യാം. എൻ്റർ ചെയ്തിട്ട് നമുക്കിവിടെ മെത്തേഡ് ഓഫ് വൗച്ചർ നമ്പർ കാണാൻ പറ്റും. അവിടെ നമുക്ക് ഓട്ടോമാറ്റിക് മാനുവൽ ഓവർറൈഡ് കൊടുക്കണം. അപ്പോൾ എങ്ങനെയാണെങ്കിലും നമുക്ക് മാനുവലായിട്ട് ഇൻവോയ്സ് നമ്പർ എൻ്റർ ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ വീണ്ടും എസ്കേപ്പ് അടിച്ച് ബാക്ക് വരാം. ഗേറ്റ് ഓഫ് ടാലിയിൽ വന്നിട്ട് വീണ്ടും വൗച്ചേഴ്സിൽ പോവാം. ഇവിടെ സെയിൽസിൽ നമുക്ക് സെയിൽസിൽ ഇൻവോയ്സ് നമ്പർ എൻ്റർ ചെയ്യാനുള്ള മാനുവൽ ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ ഇൻവോയ്സ് നമ്പർ സെയിൽസിൽ എത്രയാണ്, 66 ആണ്. 66 കൊടുക്കുക. ഡേറ്റ് എത്രയാണ്, ഡേറ്റ് 1/8/2024. F2 എന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഡേറ്റ് സെലക്ട് ചെയ്യാം, 24. ഓക്കെ, പാർട്ടി നെയിം ശർമ്മ സൂപ്പർ സ്റ്റോർ ആണ്. Alt C എന്ന് കൊടുക്കാം. Alt C എന്ന് കൊടുത്തിട്ട് ക്രിയേഷൻസിൽ പോവും. ശർമ്മ ജനറൽ സ്റ്റോർ, സൂപ്പർ സ്റ്റോർ ആണ്. ക്രിയേറ്റ് ചെയ്യാം, ശർമ്മ സൂപ്പർ സ്റ്റോർ. അപ്പോൾ സെയിൽസ് പാർട്ടി വരുന്നത് സൺട്രി ഡെപ്റ്റേഴ്സിലാണ്. ഇപ്പോൾ ഇവിടെ സൺട്രി ഡെപ്റ്റേഴ്സ് സെലക്ട് ചെയ്യണം. സൺട്രി ഡെപ്റ്റേഴ്സ് ആണ്. എൻ്റർ ചെയ്യുക, എൻ്റർ കൊടുക്കുക. ഇവിടെ നമുക്ക് പാർട്ടി സ്റ്റേറ്റ് നോക്കാൻ പറ്റും. ഇവിടെ ശർമ്മ സൂപ്പർ സ്റ്റോറിൻ്റെ GST നമ്പറിൽ ആദ്യത്തെ 2 നമ്പർ 33 ആണ്, അതായത് അത് തമിഴ്നാടാണ്. അപ്പോൾ നമുക്ക് ഇവിടെ സ്റ്റേറ്റ് തമിഴ്നാട് കൊടുക്കാം. എൻ്റർ കൊടുക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് GST നമ്പർ നമുക്ക് കോപ്പി ചെയ്ത് നമുക്ക് ഇവിടെ പേസ്റ്റ് ചെയ്യാൻ പറ്റും. എൻ്റർ കൊടുക്കാം. ഇവിടെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. നെക്സ്റ്റ് നമുക്കിനി വേണ്ടത് സെയിൽസ് ലെഡ്ജറാണ്. അതായത് ഇപ്പോൾ ഇത് ഔട്ട്സൈഡ് സ്റ്റേറ്റിലേക്കാണ് സെയിൽ ചെയ്യുന്നത്, കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്കാണ് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ ഇൻട്രസ്റ്റേറ്റ് സെയിൽസ് ആണ് വേണ്ടത്. അപ്പോൾ ഇവിടെ Alt C എന്ന് കൊടുക്കാം. ഇൻട്രസ്റ്റേറ്റ് സെയിൽസ് ആണ്. ഇവിടെ വരുന്നത് സെയിൽസ് അക്കൗണ്ടിലാണ്, സെയിൽസ് അക്കൗണ്ട്. ഓക്കെ, എൻ്റർ കൊടുക്കുക. അപ്പോൾ ഇവിടെ ഗൂഡ്സ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. എൻ്റർ കൊടുക്കുക. ഓക്കെ, നമുക്കിവിടെ ഐറ്റം നമ്മൾ ഓൾറെഡി പർച്ചേസ് ചെയ്യുമ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, നമുക്ക് വീണ്ടും ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ഐറ്റം ബട്ടറാണ്. ഇവിടെ എന്താക്കാം, ബട്ടർ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഇവിടെ ബട്ടർ ലിസ്റ്റായിട്ട് വരും. റൈറ്റ് സൈഡിൽ ലിസ്റ്റ് ഓഫ് സ്റ്റോക്ക് ഐറ്റംസിൽ കാണാൻ പറ്റും. ഓക്കെ, എൻ്റർ കൊടുക്കുക. ക്വാണ്ടിറ്റി എത്രയാണ്, 100 ആണ്. 100 സെലക്ട് ചെയ്യാം. അപ്പോൾ റേറ്റ് എത്രയാണ്, ഇവിടെ 135 ആണ് റേറ്റ്. 135 സെലക്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഇപ്പോൾ നമുക്ക് ഡിസ്കൗണ്ട് ഇവിടെ ചോദിക്കുന്നുണ്ട്. ഡിസ്കൗണ്ട് എത്രയാണ് കൊടുത്തത്, 500 ആണ് ഡിസ്കൗണ്ട്. ഓക്കെ, ഡിസ്കൗണ്ട് സെലക്ട് ചെയ്യാം. എത്രയാണ് ഡിസ്കൗണ്ട് നിങ്ങൾ കൊടുക്കുന്നത്, നിങ്ങൾക്ക് ആ ഡിസ്കൗണ്ട് എമൗണ്ട് എൻ്റർ ചെയ്യാം.
ഓക്കെ, നമ്മൾ ഡിസ്കൗണ്ട് ഇപ്പോൾ നേരത്തെ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഡിസ്കൗണ്ട് റിസീവ്ഡ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. നമുക്കിപ്പോൾ സെയിൽ ചെയ്യുമ്പോൾ വേണ്ടത് ഡിസ്കൗണ്ട് ഗിവൺ ആണ്, അല്ലെങ്കിൽ ഡിസ്കൗണ്ട് അലൗഡ് ആണ്. അപ്പോൾ അവിടെ വീണ്ടും ആൾട്ട് സി എന്ന് കൊടുക്കുക. ഇവിടെ ഡിസ്കൗണ്ട് അലൗഡ് എന്നാണ് വേണ്ടത്, ഡിസ്കൗണ്ട് അലൗഡ്. ഓക്കെ, അപ്പോൾ അത് വരുന്നത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസിലാണ് ഡിസ്കൗണ്ട് നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ കൊടുത്തത് വരുന്നത്. അപ്പോൾ ലെഡ്ജർ, ടൈപ്പ് ഓഫ് ലെഡ്ജർ വരുന്നത് ഡിസ്കൗണ്ട് തന്നെയാണ്. ഡിസ്കൗണ്ട് സെലക്ട് ചെയ്യാം. ഡിസ്കൗണ്ട് കാൽക്കുലേറ്റ് ആയിട്ടുണ്ട് 500. ഓക്കെ, എൻ്റർ കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് IGST ആണ്. അത് ഇൻട്രസ്റ്റ് റേറ്റ് സെയിലാണ്. IGST നമ്മൾ ക്രിയേറ്റ് ചെയ്തത് ഇവിടെ കാണാൻ പറ്റും. എൻ്റർ കൊടുക്കുക. ഇവിടെ IGST എന്തായിട്ടുണ്ട്, കാൽക്കുലേറ്റ് ആയിട്ടുണ്ട് 1560. ഓക്കെ, 1560. നമ്മളെ ബില്ല് ടാലി ആയിട്ടുണ്ട്. എമൗണ്ട് ടോട്ടൽ ബില്ല് 14,560 ആണ്. ഇവിടെ 14,560 കാണാൻ പറ്റും. ഓക്കെ, എൻ്റർ കൊടുക്കുക. നമുക്കിത് ന്യൂ റെഫറൻസ് വെക്കാം. അതായത് ഇപ്പോൾ ഇൻ കേസ് ആ പാർട്ടി നമുക്ക് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ, ആ പേയ്മെൻറ്റ് എൻ്റർ ചെയ്യുമ്പോൾ ഈ റെഫറൻസ് വെച്ചിട്ട് എൻ്റർ ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ ക്രിയേറ്റ് ചെയ്യുക, എൻ്റർ കൊടുക്കുക, സേവ് ചെയ്യുമ്പോൾ കൺട്രോൾ ചെയ്ത് കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വീണ്ടും ഒരു പർച്ചേസ് എൻ്റർ ചെയ്യാം. അതായത് ഇപ്പോൾ നമ്മൾ ഇൻട്രസ്റ്റഡ് സെയിൽസ് എൻ്റർ ചെയ്തു. നമുക്ക് നെക്സ്റ്റ് ഒരു സെയിൽസ് എൻ്റർ ചെയ്യാം, അതായത് ലോക്കൽ സെയിൽസ്. അപ്പോൾ ഇവിടെ നമുക്ക് ഗ്ലാഡ് സ്മിത്ത് സ്റ്റോർ, ശർമ്മ ജനറൽ സ്റ്റോർ കാണാൻ പറ്റും. നേരത്തെ ശർമ്മ സൂപ്പർ സ്റ്റോറാണ് ഉണ്ടായിരുന്നത്, ശർമ്മ ജനറൽ സ്റ്റോറാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് എന്താക്കാം, ലോക്കൽ സെയിൽസ് എൻ്റർ ചെയ്യാം. അതായത് ഇൻസൈഡ് സ്റ്റേറ്റ് സെയിൽസ് ആണ്. നമുക്കവിടെ എന്താക്കാം, വീണ്ടും സെയിൽസിൽ വരെ നമുക്ക് ഇൻവോയ്സ് എത്രയാണ്, 22 ആണ്. എൻ്റർ കൊടുക്കാം. ഡേറ്റ് സെലക്ട് ചെയ്യാം. ഡേറ്റ് 2/9/2024 ആണ്. 2/9/2024. ഓക്കെ, നെക്സ്റ്റ് പാർട്ടി നെയിം എന്താണ്, ശർമ്മ ജനറൽ സ്റ്റോറാണ്. നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ആൾട്ട് സി എന്ന് കൊടുക്കുക, ക്രിയേറ്റ് ഓപ്ഷൻസിൽ പോകും. നെയിം കൊടുക്കാം ഇവിടെ, ശർമ്മ ജനറൽ സ്റ്റോർ. ഓക്കെ, അണ്ടർ വരുന്നത് എന്താണ്, സൺഡ്രി ഡെപ്റ്റേഴ്സ് ആണ്. സെയിൽസ് പാർട്ടി സൺഡ്രി ഡെപ്റ്റേഴ്സ് കൊടുക്കാൻ പറ്റും. എൻ്റർ കൊടുക്കുക. ഇവിടെ സ്റ്റേറ്റ് നമുക്ക് നോക്കാൻ പറ്റും, അതായത് 32 തന്നെയാണ്. കേരളയാണ്. എൻ്റർ കൊടുക്കാം. GST നമ്പർ നമുക്കവിടെ എൻ്റർ ചെയ്യാം. എൻ്റർ കൊടുക്കുക. നെക്സ്റ്റ് നമുക്ക് സെയിൽസ് ലെഡ്ജറാണ് വേണ്ടത്. നേരത്തെ നമ്മൾ ക്രിയേറ്റ് ചെയ്തത് ഇൻട്രസ്റ്റ് റേറ്റ് സെയിൽസ് ആണ്. ഇപ്പോൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത് ഇവിടെ ലോക്കൽ സെയിൽസ് ആണ്. അതിനുവേണ്ടി നമ്മൾ ആൾട്ട് സി എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് വേണ്ടത് ലോക്കൽ സെയിൽസ് ആണ്. നമ്മൾ ലോക്കൽ സെയിൽസ് എൻ്റർ ചെയ്തു. എൻ്റർ കൊടുക്കാം. അപ്പോൾ ഇവിടെ വേണ്ടത് സെയിൽസ് അക്കൗണ്ടാണ്. എൻ്റർ കൊടുക്കാം. ഇവിടെ ഗൂഡ്സ് ആണ്. ഓക്കെ, ഐറ്റം സെലക്ട് ചെയ്യാം. അപ്പോൾ ഐറ്റം ഇവിടെ ഷുഗറാണ് സെയിൽ ചെയ്യുന്നത്. ഇവിടെ ഷുഗർ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഷുഗർ സെലക്ട് ചെയ്യാം. ക്വാണ്ടിറ്റി എത്രയാണ്, 150 ആണ്. 150. എൻ്റർ കൊടുക്കാം. നെക്സ്റ്റ് റേറ്റ് ആണ് ചോദിക്കുന്നത്. ഇവിടെ റേറ്റ് പ്രൈസ് 60 ആണ്. ഓക്കെ, ഡിസ്കൗണ്ട് എത്രയാണ് കൊടുത്തത്, 200 ആണ്. 200 സെലക്ട് ചെയ്യാം. നമുക്ക് ഡിസ്കൗണ്ട് ഗിവൺ എന്നുള്ള ഓപ്ഷനാണ് ഇവിടെ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തു. ഡിസ്കൗണ്ട് അലൗഡ്, അത് കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഇവിടെ CGST SGST ആണ്. നമ്മൾ അതും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. CGST സെലക്ട് ചെയ്യുക, ഓട്ടോമാറ്റിക് ആയിട്ട് കാൽക്കുലേറ്റ് ആവും. SGST സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ കാൽക്കുലേറ്റ് ആയിട്ടുണ്ട്. 220 കാണാൻ പറ്റും. ഇവിടെ 220. ഓക്കെ, ഇൻവോയ്സ് ടോട്ടൽ 9,240. 9,240. അപ്പോൾ ബില്ല് ടാലി ആയിട്ടുണ്ട്. എൻ്റർ ചെയ്യാം. നമുക്ക് റെഫറൻസ് വെക്കാം. ഓക്കെ, സെയിൽസ്, ലോക്കൽ സെയിൽസ് എൻ്റർ ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്കിപ്പോൾ ഇനിയിപ്പോൾ ഒന്ന് റിമൈനിങ് ആയിട്ടുള്ളത് എക്സാംപ്റ്റഡ് സെയിൽസ് ആണ്. നമുക്കത് എൻ്റർ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ എക്സാംപ്റ്റഡ് സെയിൽസ് ഇവിടെ പാർട്ടി ഡീറ്റെയിൽസ് കാണാൻ പറ്റും. നമ്മൾ എന്താക്കാം, വീണ്ടും ഇവിടെ ഇൻവോയ്സ് നമ്പർ എൻ്റർ ചെയ്യാം. 28. ഡേറ്റ് സെലക്ട് ചെയ്യാം. 29 തന്നെയാണ്. എൻ്റർ കൊടുക്കാം. അപ്പോൾ ഇവിടെ പാർട്ടി നെയിം ഭീമ ജനറൽ സ്റ്റോറാണ്. ഇൻവോയ്സ് 2. നമുക്കത് പാർട്ടി ക്രിയേറ്റ് ചെയ്യാം. വീണ്ടും ഇവിടെ എന്താക്കാം, നമുക്ക് ആൾട്ട് സി എന്ന് കൊടുക്കാം. ഇവിടെ ഭീമ ജനറൽ സ്റ്റോർ നെയിം ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ,
എൻ്റർ ചെയ്യാം. അപ്പോൾ പാർട്ടി അണ്ടർ വരുന്നത് ഗ്രൂപ്പ്സിൽ സൺഡ്രി ഡെപ്റ്റേഴ്സ് ആണ്. എൻ്റർ കൊടുക്കാം. ഇവിടെ സൺഡ്രി ഡെപ്റ്റേഴ്സ് ലിസ്റ്റിൽ കാണാൻ പറ്റും. അപ്പോൾ പാർട്ടി സ്റ്റേറ്റ് വരുന്നത് 32 തന്നെയാണ്, അതായത് കേരളയാണ്. ഇവിടെ GST നമ്പർ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് GST നമ്പറോടെ GST നമ്പർ ഓപ്ഷനിൽ എൻ്റർ ചെയ്യാം. അതിവിടെ സെയിൽസ് ലെഡ്ജറാണ് സെലക്ട് ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ ഇൻട്രസ്റ്റഡ് സെയിൽസ് സെലക്ട് ചെയ്തു, ലോക്കൽ സെയിൽസ് സെലക്ട് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് എക്സാംപ്റ്റ് സെയിൽസ് ആണ്. അപ്പോൾ അതിന് വേണ്ടി Alt C എന്ന് കൊടുക്കാം. അവിടെ ക്രിയേറ്റ് ചെയ്യാം എക്സാംപ്റ്റ് സെയിൽസ്. എക്സാംപ്റ്റ് സെയിൽസ് അവിടെ അണ്ടർ വരുന്നത് സെയിൽസ് അക്കൗണ്ടിലാണ്. ഒരു ലിസ്റ്റായിട്ട് കാണാൻ പറ്റും സെയിൽസ് അക്കൗണ്ട്. എൻ്റർ കൊടുക്കാം. ഗൂഡ്സ് കൊടുക്കാം. എൻ്റർ കൊടുത്തിട്ട് വേണ്ടത് ഐറ്റമാണ്. നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തു, അതായത് ആപ്പിൾ 0% ടാക്സ് ആണ്. നമ്മളിപ്പോൾ ആപ്പിൾ സെലക്ട് ചെയ്യാം. ഓക്കെ, ആപ്പിൾ ഇപ്പോൾ ക്വാണ്ടിറ്റി എത്രയാണ്? 80 ആണ്. ഇവിടെ ക്വാണ്ടിറ്റി 80 സെലക്ട് ചെയ്യാം. റേറ്റ് സെലക്ട് ചെയ്യാം. റേറ്റ് 120 ആണ്. ഓക്കെ, ഇപ്പോൾ എമൗണ്ട് ഇത്ര വന്നിട്ടുണ്ട്. ഡിസ്കൗണ്ട് എത്രയാണ്? ഇവിടെ ഡിസ്കൗണ്ട് 500 ആണ്. ഡിസ്കൗണ്ട് 500 സെലക്ട് ചെയ്യാം. നെക്സ്റ്റ് നമുക്കിന് വേണ്ടത് ഡിസ്കൗണ്ട് നമുക്ക് മെൻഷൻ ചെയ്യാം. ഡിസ്കൗണ്ട് അലൗഡ്, ഡിസ്കൗണ്ട് മെൻഷൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇൻവോയ്സ് ടോട്ടൽ എത്രയാണ് ഇവിടെ? അപ്പോൾ എക്സാംപ്റ്റ് ആകുമ്പോൾ ടാക്സ് മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ ഇൻവോയ്സ് ടോട്ടൽ 9100 ആണ്. അപ്പോൾ 9100 ബില്ല് ടാലി ആയിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എന്താക്കുന്നത്, സെയിൽസ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്, എക്സാംപ്റ്റ് സെയിൽസ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ സെയിൽസ് ക്രിയേറ്റ് ചെയ്തു, എൻ്റർ ചെയ്തു. അപ്പോൾ നമുക്ക് ഇൻ കേസ് ഇപ്പോൾ സെയിൽസ് പാർട്ടി നമുക്ക് നോക്കാം. അപ്പോൾ വൗച്ചേഴ്സിൽ ഇപ്പോൾ ഇവിടെ റെസിപ്റ്റ്സിലാണ് വരേണ്ടത്. നമുക്ക് അവർ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ റെസിപ്റ്റ്സിലാണ്. അപ്പോൾ F6 ആണ്. ഓക്കെ, F6ൽ നമ്മൾ ഇപ്പോൾ ക്രെഡിറ്റ്, അതായത് ഇപ്പോൾ ഏത് പാർട്ടിയാണോ പേയ്മെൻറ്റ് ചെയ്യുന്നത് അവിടെ ക്രെഡിറ്റിൽ കൊടുക്കുക. അതായത് ഇപ്പോൾ ഇൻ കേസ് നമ്മളെ പാർട്ടി ഇപ്പോൾ ശർമ്മ ജനറൽ സ്റ്റോർ എന്ന് വെക്കാം. ഓക്കെ, ഇപ്പോൾ ശർമ്മ ജനറൽ സ്റ്റോർ നമുക്ക് തരാനുള്ള എമൗണ്ട് ഇവിടെ കാണാൻ പറ്റും 9240 ആണ്. അപ്പോൾ 9240 അവരിപ്പോൾ 5000 നമുക്ക് പേയ്മെൻറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ എഗെയിൻസ്റ്റ് റെഫറൻസ് വെക്കുക. അതായത് അവരുടെ സെയിൽസ് ഇൻവോയ്സ് റെഫറൻസ് ആയിട്ട് വെച്ചിട്ട് നമുക്ക് എന്താക്കാം, ആ പേയ്മെൻറ്റ് റെസിപ്റ്റ് എൻ്റർ ചെയ്യാം. അതായത് ഇപ്പോൾ ഒരു പേയ്മെൻറ്റ് ചെയ്യുന്നത് നമ്മളെ ബാങ്കിലേക്കാണെങ്കിൽ കാനറ ബാങ്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ 5000 റുപ്പീസ് നമുക്ക് റിസീവ് ആയിട്ടുണ്ട് ഫ്രം ശർമ്മ ജനറൽ സ്റ്റോർ ടു നമ്മുടെ കാനറ ബാങ്കിലേക്ക്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സെയിൽസ് പാർട്ടീൻ്റെ അടുത്ത് നിന്ന് പേയ്മെൻറ്റ് റെസിപ്റ്റ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഞാൻ പർച്ചേസ് റിട്ടേൺ നമ്മൾ ഇവിടെ എക്സലിൽ ഇവിടെ ഒരു റിട്ടേൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഫല ട്രേഡേഴ്സ് എന്ന കമ്പനിയിലേക്ക് നമ്മൾ ബട്ടർ പർച്ചേസ് ചെയ്തത് നമ്മൾ 50 ക്വാണ്ടിറ്റി എന്താ റിട്ടേൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ എൻട്രീസ് എങ്ങനെ എൻ്റർ ചെയ്യാൻ നോക്കാം. അതിനുവേണ്ടി വൗച്ചേഴ്സിൽ വരാം. വൗച്ചേഴ്സിൽ റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും ഇവിടെ അതർ വൗച്ചേഴ്സ്. ഓക്കെ, അതർ വൗച്ചേഴ്സിൽ നമുക്ക് പോകേണ്ടത് ഡെബിറ്റ് നോട്ടിലേക്കാണ്. അതായത് നമ്മൾ പർച്ചേസ് റിട്ടേൺ എപ്പോഴും എൻ്റർ ചെയ്യുന്നത് ഡെബിറ്റ് നോട്ടിലാണ്. എൻ്റർ കൊടുക്കുക. ഓക്കെ, അപ്പോൾ അവിടെ പാർട്ടി നെയിം നമ്മൾ ഓൾറെഡി നമ്മൾ പർച്ചേസ് ചെയ്ത പാർട്ടിയാണ്, ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. ഫല ട്രേഡേഴ്സ് സെർച്ച് ചെയ്യാം. എൻ്റർ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ അതായത് നമ്മൾ ഫല ട്രേഡേഴ്സ് നമ്മൾ പർച്ചേസ് ചെയ്തത് അതായത് ഇൻട്രസ്റ്റഡ് പർച്ചേസ് ആണ്. അപ്പോൾ ഇൻട്രസ്റ്റഡ് പർച്ചേസ് കൊടുക്കാം. നെയിം ഓഫ് ഐറ്റം എന്താണ് ഇവിടെ? ബട്ടറാണ്. അപ്പോൾ ഇവിടെ ബട്ടറാണ്. ഓക്കെ, അപ്പോൾ എത്രയാണ് നിങ്ങൾ റിട്ടേൺ ചെയ്യുന്നത് അത്ര എമൗണ്ട് വെച്ചിട്ട് ആ ഐറ്റം വെച്ചിട്ട് നിങ്ങൾക്ക് എന്താക്കാം, എൻ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ ക്വാണ്ടിറ്റി 50 ആണ്. ഓക്കെ, അപ്പോൾ റിട്ടേൺ ചെയ്യുമ്പോൾ ചില പാർട്ടികൾ എന്താക്കും, ഡിഡക്ഷൻ ചെയ്യും. അതായത് പർച്ചേസ് ചെയ്യുമ്പോൾ റേറ്റ് ഉണ്ടാവും, ആ റേറ്റിന് റിട്ടേൺ ചെയ്യുമ്പോൾ അവർ ഡിഡക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ 120 ഓൾറെഡി പർച്ചേസ് ചെയ്തത്. ഇപ്പോൾ നമ്മൾ റിട്ടേൺ ചെയ്യുമ്പോൾ 115 ആണ്. ഓക്കെ, എത്രയാണ് എമൗണ്ട് അത്ര നമുക്ക് ഇടാം. ഇപ്പോൾ റിട്ടേൺ ചെയ്യുമ്പോൾ ഡിസ്കൗണ്ട് ഉണ്ടാവില്ല. നെക്സ്റ്റ് നമുക്കിന് വേണ്ടത് IGST ആണ്. GST നമുക്ക് എന്താവും, മൈനസ് ആവും. ഓക്കെ, എൻ്റർ ചെയ്യാം. കൺട്രോൾ ചെയ്യാൻ കൊടുക്കാം. നമുക്ക് റെഫറൻസ് നേരത്തെ പർച്ചേസ് ചെയ്ത അതേ ബില്ലിൻ്റെ റെഫറൻസ് വെച്ചിട്ട് നമുക്ക് എന്താക്കാം, റിട്ടേൺ ചെയ്യാൻ പറ്റും. ആ റെഫറൻസ് വെച്ചിട്ട് നമുക്കിവിടെ സ്റ്റോക്ക് സമ്മറി കാണാൻ പറ്റും. ഗേറ്റ് ഓഫ് ടാലിയിൽ സ്റ്റോക്ക് സമ്മറി നമുക്ക് എൻ്റർ ചെയ്താൽ നമുക്കിവിടെ കാണാൻ പറ്റും. അതായത് നമ്മൾ 2 ഗ്രൂപ്പ് ഹെഡ് സെലക്ട് ചെയ്തിട്ടുണ്ട്, ഫ്രൂട്ട്സും ഗ്രോസറീസും. ഗ്രോസറീസിൽ പോയാൽ ഇവിടെ ഷുഗർ കാണാൻ പറ്റും. ഇപ്പോൾ ബട്ടർ എന്തായിട്ടുണ്ട്, കംപ്ലീറ്റ് നമ്മൾ സെയിൽ ചെയ്തു, റിമൈനിങ് സ്റ്റോക്ക് നമ്മൾ റിട്ടേൺ ചെയ്തു. ഇപ്പോൾ ഷുഗറാണ് റിമൈനിങ് ഉള്ളത്. ഷുഗർ ഇപ്പോൾ 50 kg എന്താണ് നമ്മൾ സെയിൽ ചെയ്തു.
200 kg നമ്മൾ പർച്ചേസ് ചെയ്തു. നെക്സ്റ്റ് റിമൈനിങ് എത്രയാണ്? നമ്മൾ 150 kg സെയിൽ ചെയ്തു, റിമൈനിങ് 50 kg ആണ്. ഓക്കെ, ഇവിടെ കാണാൻ പറ്റും ക്ലോസിങ് ബാലൻസ്, അതായത് 50 kg ആണ്. അതിപ്പോൾ നമ്മൾ പർച്ചേസ് റിട്ടേൺ എൻ്റർ ചെയ്തു. നെക്സ്റ്റ് നമുക്ക് സെയിൽസ് റിട്ടേൺ എൻ്റർ ചെയ്യാം. അതായത് ഇപ്പോൾ നമ്മൾ സെയിൽ ചെയ്ത പാർട്ടി നമുക്ക് ഐറ്റം റിട്ടേൺ ചെയ്തു, അത് ഞങ്ങൾ എൻ്റർ ചെയ്യാൻ നോക്കാം. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ വൗച്ചേഴ്സിൽ വന്നിട്ട് നമുക്ക് പോകേണ്ടത്, വൗച്ചേഴ്സിൽ നമുക്ക് F10 എന്ന് ക്ലിക്ക് ചെയ്താൽ ഇവിടെ റൈറ്റ് സൈഡിൽ നമുക്ക് വേണ്ടത് ഇവിടെ ക്രെഡിറ്റ് നോട്ടാണ്. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് നമ്മൾ എന്താണ് സെയിൽസ് റിട്ടേൺ നമ്മൾ എൻ്റർ ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ പാർട്ടി, ഏതാണ് പാർട്ടി നമുക്ക് റിട്ടേൺസ് തന്നത്? ശർമ്മ ജനറൽ സ്റ്റോർ. നമുക്ക് ആ പാർട്ടി നെയിം കൊടുക്കാം, എൻ്റർ ചെയ്യാം. നെക്സ്റ്റ്, അതായത് ഇപ്പോൾ ഇത് ലോക്കൽ പർച്ചേസ് സെയിൽ ചെയ്തതാണ്, അപ്പോൾ അത് ലോക്കൽ സെയിൽസിൻ്റെ അണ്ടറിൽ വരും. ലോക്കൽ സെയിൽസ് ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് ഐറ്റം എന്താണ്? ഷുഗറാണ്. ഓക്കെ, ക്വാണ്ടിറ്റി എത്രയാണ്? 50 kg ആണ്. റേറ്റ് സെലക്ട് ചെയ്യാം. അതായത് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ റേറ്റ് 60 ആണ് ഉണ്ടായിരുന്നത്, റിട്ടേൺ ചെയ്യുമ്പോൾ സെയിൽ ചെയ്യുമ്പോൾ റേറ്റ് 60 ആണ് ഉണ്ടായിരുന്നത്. നമ്മൾ റിട്ടേൺ എടുക്കുമ്പോൾ നമ്മൾ റേറ്റ് എന്താക്കും? കുറച്ചെടുക്കും. ഓക്കെ, ചില കമ്പനികൾക്ക് അങ്ങനത്തെ പോളിസി ഉണ്ടാവും, അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ റേറ്റ് സെലക്ട് ചെയ്യാം. ഡിസ്കൗണ്ട് ഉണ്ടാവില്ല, എൻ്റർ ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് CGST SGST ആണ് സെലക്ട് ചെയ്യേണ്ടത്. CGST എന്ന് കൊടുക്കാം. ഓക്കെ, SGST എന്ന് കൊടുക്കാൻ പറ്റും. ഇൻവോയ്സ് എന്താക്കാൻ നമുക്ക് ടോട്ടൽ നോക്കാൻ പറ്റും, അതായത് 2887.5. ഓക്കെ, ഇൻവോയ്സ് ടൈൽ ചെയ്തിട്ടുണ്ട്, എൻ്റർ കൊടുക്കുക. നമുക്ക് നോന്ന് കൊടുക്കാൻ പറ്റും. ഇവിടെ റെഫറൻസ് നമുക്ക് സെയിൽ ചെയ്ത് ഇൻവോയ്സ് വെച്ചിട്ട് നമുക്ക് റെഫറൻസ് വെച്ചിട്ട് നമുക്ക് എന്താക്കാം? റിട്ടേൺ ചെയ്യാൻ പറ്റും. റിട്ടേൺ ഇൻവോയ്സ് എടുക്കാൻ പറ്റും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ സെയിൽസ് റിട്ടേൺ എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ബാങ്ക് ലോൺ എൻ്റർ ചെയ്യാം. അതായത് ഇപ്പോൾ ബിസിനസ്സിലേക്ക് ഓണർ ലോൺ എടുത്താൽ ആ ലോൺ എൻ്റർ നമുക്ക് എങ്ങനെ എൻ്റർ ചെയ്യാൻ നോക്കാം. അതിനുവേണ്ടി ഇങ്ങനെ എന്താക്കുക? വൗച്ചേഴ്സിലേക്ക് വരാം. ഇപ്പോൾ വൗച്ചേഴ്സിൽ വന്നിട്ട് നമുക്ക് അതിന് മുമ്പായിട്ട് നമുക്ക് F11 ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതായത് ഫീച്ചേഴ്സിൽ പോവും. ഫീച്ചേഴ്സിൽ പോയിട്ട് നമുക്കിവിടെ ഷോ ഓൾ ഫീച്ചേഴ്സ് കാണാൻ പറ്റും. അവിടെ യെസ് കൊടുക്കുക. യെസ് കൊടുത്തിട്ട് നമുക്കിവിടെ എനേബിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ കാണാൻ പറ്റും. അപ്പോൾ അവിടെ നമ്മൾ യെസ് കൊടുക്കണം. ഓക്കെ, യെസ് എന്ന് കൊടുക്കുക, സേവ് ചെയ്യുക. നെക്സ്റ്റ് നമുക്കവിടെ റെസിപ്റ്റ് ക്ലിക്ക് ചെയ്യണം. അതായത് നമ്മൾ ബാങ്ക് ലോൺ എടുക്കാൻ വേണ്ടി നമ്മളെ ബാങ്കിൽ നിന്ന് നമ്മുടെ ബാങ്കിലേക്ക്, അതായത് ലോൺ നമ്മൾ നമ്മുടെ ബാങ്കിലേക്ക് എടുക്കുകയാണ്. നമ്മളതിന് വേണ്ടി F6 റെസിപ്റ്റ് ക്ലിക്ക് ചെയ്യുക, ലെഡ്ജർ ക്ലിക്ക് ചെയ്യണം. അതായത് ബാങ്ക് ലോൺ എന്ന് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ബാങ്ക് ലോൺ. നെക്സ്റ്റ് നമുക്കിവിടെ അണ്ടർ വരുന്നത് ലോൺസ് ആൻഡ് ലയബിലിറ്റി ആണ്. ഓക്കെ, നമുക്ക് ലിസ്റ്റ് ഓഫ് ഗ്രൂപ്പ്സിൽ കാണാൻ പറ്റും ലോൺസ് ആൻഡ് ലയബിലിറ്റി. അവിടെ എൻ്റർ കൊടുക്കുക. അവിടെ ആക്ടിവേറ്റ് ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ കാണാൻ പറ്റും. അവിടെ യെസ് എന്ന് കൊടുക്കുക. ഓക്കെ, അത് ആക്ടിവേറ്റ് ചെയ്യുക, എൻ്റർ കൊടുക്കുക. നെക്സ്റ്റ് അവിടെ ഫോർ എമൗണ്ട്സ് ആഡഡ് ഉണ്ട്, അപ്പോൾ അത് എസ് കൊടുക്കുക. നെക്സ്റ്റ് നമുക്ക് റേറ്റ് സെലക്ട് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങളുടെ ബാങ്ക് ലോൺ എത്രയാണ് ഇൻട്രസ്റ്റ് പെർ ആനം. അപ്പോൾ ഇപ്പോൾ ഇൻ കേസ് 11% ആണെങ്കിൽ ഞാൻ 11% കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ 365 days ഇയർ ഓൾ ബാലൻസ് കൊടുക്കുക, എൻ്റർ ചെയ്യുക. ഓക്കെ, ഇവിടെ അൺരജിസ്റ്റേർഡ് കൊടുക്കുക. നമ്മൾ ബാങ്ക് ലോൺ എന്താക്കി ക്രിയേറ്റ് ചെയ്തു. നെക്സ്റ്റ് നമുക്കിപ്പോൾ ലോൺ ഇൻ കേസ് 2 lakh ലോൺ എടുത്തു. ഓക്കെ, അപ്പോൾ ലോൺ എമൗണ്ട് വന്നത് കാനറ ബാങ്കിലേക്കാണ്. അപ്പോൾ അത് എൻ്റർ ചെയ്തു. ഡേറ്റ് സെലക്ട് ചെയ്യുക. അതായത് 1/5/24 നമ്മൾ ലോൺ എടുത്തത്, May 1. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താക്കി? ലോൺ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വന്നു. ലോൺ എൻ്റർ ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അതിനുവേണ്ടി എന്താക്കണം? നമ്മൾ ഇവിടെ വൗച്ചേഴ്സിൽ F10 കാണാൻ പറ്റും. ഓക്കെ, അവിടെ നമുക്ക് ഇവിടെ ക്രെഡിറ്റ് നോട്ടാണ് വേണ്ടത്, എൻ്റർ കൊടുക്കുക. നെക്സ്റ്റ് നമുക്ക് കൺട്രോൾ എച്ച് ഇവിടെ യൂസ് ഫോർ ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ കാണാൻ പറ്റും. ഓക്കെ, യൂസ് ഫോർ ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ അത് കൊടുക്കുക, എൻ്റർ കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് നമുക്കിവിടെ വേണ്ടത് ബാങ്ക് ലോണാണ്. ഇവിടെ ബാങ്ക് ലോൺ എൻ്റർ ചെയ്യുക, ക്രെഡിറ്റ് ടു. അപ്പോൾ ഇവിടെ
ഡേറ്റ് സെലക്ട് ചെയ്യാം. നമ്മൾ ലോൺ റീപേയ്മെൻറ്റ് ചെയ്യുന്നത് നവംബറിൽ നോക്കാം, 1/11/24. ഓക്കെ, അപ്പോൾ അവിടെ ഓട്ടോമാറ്റഡ് ആയിട്ട് എന്തായിട്ടും ലോൺ കാൽക്കുലേറ്റ് ആവും. ഓക്കെ, 11,150 ലോൺ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഇവിടെ ഡെബിറ്റ് ചെയ്യണം, അതായത് ഇൻട്രസ്റ്റ് പെയ്ഡ് എന്ന് ലെജർ ക്രിയേറ്റ് ചെയ്യണം. അതിനുവേണ്ടി Alt+C എന്ന് കൊടുക്കുക. ഇൻട്രസ്റ്റ് പെയ്ഡ് ലെജർ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇൻട്രസ്റ്റ് പെയ്ഡ്. അപ്പോൾ ഇവിടെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണത്. ഓക്കെ, നോട്ട് അപ്ലിക്കബിൾ എന്ന് കൊടുക്കുക. 11,150 ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ടോട്ടൽ നമുക്ക് ബാങ്ക് ലോണിന്ന് 2 lakh പ്ലസ് 11,150 ഇൻട്രസ്റ്റ് ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇൻട്രസ്റ്റോടെ ബാങ്ക് ലോൺ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് എന്താക്കാം, ഇത് പേയ്മെൻറ്റ് ചെയ്യാം. അതിനുവേണ്ടി പേയ്മെൻറ്റ് ഷോർട്ട് കട്ട് കീ ആയി F5 ക്ലിക്ക് ചെയ്യുക. ഡെബിറ്റ് ടു ബാങ്ക് ലോണ്. ഓക്കെ, ഇൻ കേസ് നമ്മളിപ്പോൾ ഫുൾ എമൗണ്ട് പേ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ബാലൻസ് ടോട്ടൽ കാണാൻ പറ്റും, 2,11,150.68. നമ്മളത് ക്ലിക്ക് ചെയ്യാം. 2,11,150.68. അപ്പോൾ ഇൻസ്റ്റാൾമെൻറ്റ് ആണെങ്കിൽ നിങ്ങൾ എത്രയാണ് ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യുന്നത് ആ ഇൻസ്റ്റാൾമെൻറ്റ് എന്താക്കുക എൻ്റർ ചെയ്യാം. അപ്പോൾ പേയ്മെൻറ്റ് ഫ്രം കാനറ ബാങ്കാണ്, ബാങ്ക് ത്രൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ലോൺ റീപേയ്മെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ബാങ്ക് ലോൺ നമ്മൾ എൻ്റർ ചെയ്തു. നേരത്തെ നമ്മൾ കമ്പ്യൂട്ടർ പർച്ചേസ് ചെയ്തു. അപ്പോൾ കമ്പ്യൂട്ടർ നമ്മൾ 1 year ആകുമ്പോൾ എന്താകും, ഡിപ്രീഷിയേറ്റ് ചെയ്യും. ആ ഡിപ്രീസിയേഷൻ നമ്മൾ എങ്ങനെ എൻ്റർ ചെയ്യാൻ നോക്കാം. അതുകൊണ്ട് നമ്മൾ വൗച്ചേഴ്സിൽ വരാം, എന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ക്രിയേറ്റിൽ പോവുകയാണെങ്കിൽ ഇവിടെ ബോൾഡാണ്, ചെയ്താൽ ക്രിയേറ്റിൽ പോവും. ടാപ്പ് ചെയ്താൽ ആൾട്ടറിൽ പോവും. ഇവിടെ ടാപ്പ് ചെയ്താൽ ചാർട്ട് ഓഫ് അക്കൗണ്ട്സിൽ പോവും. ഇവിടെ ടാപ്പ് ചെയ്താൽ ഡേ ബുക്കിൽ പോകും. അപ്പോൾ ഏതാണോ ബോൾഡ് ആയിട്ടുള്ളത് ആ ലെറ്റർ നിങ്ങൾ ടാപ്പ് ചെയ്താൽ അതിൻ്റെ അകത്ത് പോകും. ഓക്കെ, ഞാനിപ്പോൾ വൗച്ചറിൽ പോകാൻ വേണ്ടി എന്ന് ടാപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വൗച്ചേഴ്സിൽ പോവും. അപ്പോൾ ഇവിടെ നെക്സ്റ്റ് നമുക്ക് എന്താണ് വേണ്ടത്, ജേർണൽ എൻട്രീസാണ് വേണ്ടത്. അവിടെ F7 ജേർണൽ ഉണ്ട്. ഓക്കെ, അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് എന്താക്കണം, ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അതിനുവേണ്ടി Alt+C എന്ന് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഡിപ്രീസിയേഷന് കൊടുക്കണം. ഡിപ്രീസിയേഷന് കൊടുക്കുക. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഇവിടെ നോട്ട് അപ്ലിക്കബിൾ കൊടുക്കുക. അതായത് ഇപ്പോൾ ഇൻ കേസ് കമ്പ്യൂട്ടർ നമ്മൾ പർച്ചേസ് ചെയ്ത് 30,000 റുപ്പീസിനാണ്, 2,000 റുപ്പീസ് ഡിപ്രീഷിയേറ്റ് ആയിട്ടുണ്ട്. നമ്മൾ 2,000 എന്താക്കാം എൻ്റർ ചെയ്യുക ഫ്രം കമ്പ്യൂട്ടർ. ഓക്കെ, 28,000 ആയിട്ടുണ്ട്. ഇവിടെ കറണ്ട് ബാലൻസ് കാണാൻ പറ്റും 28,000. 2,000 ഡിപ്രീഷിയേഷൻ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഡിപ്രീഷിയേറ്റ് ചെയ്യുന്നത്. നമുക്കിപ്പോൾ എന്താക്കാം, റെൻറ്റ് പേയ്മെൻറ്റ് എൻ്റർ ചെയ്യാം. അതായത് ഇപ്പോൾ നമ്മുടെ മന്ത്ലി നമ്മൾ റെൻറ്റ് പേ ചെയ്യുന്നില്ല. അപ്പോൾ ആ റെൻറ്റ് പേയ്മെൻറ്റ് എങ്ങനെ എൻ്റർ ചെയ്യാമെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മളിവിടെ ജേർണലിൽ Alt+C എന്ന് കൊടുക്കുക, ലെജർ ക്രിയേറ്റ് ചെയ്യുക. അതായത് റെൻറ്റ് പെയ്ഡ്. ഓക്കെ, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് തന്നെയാണ്. നോട്ട് അപ്ലിക്കബിൾ കൊടുക്കുക. മന്ത്ലി 10,000 ആണെങ്കിൽ 10,000. എത്രയാണ് എമൗണ്ട് ആ എമൗണ്ട് നിങ്ങൾ എന്താക്കണം എൻ്റർ ചെയ്യണം. പേയ്മെൻറ്റ് ത്രൂ ക്യാഷ് ആണെങ്കിൽ ക്യാഷ്, ബാങ്ക് ത്രൂ ആണെങ്കിൽ ബാങ്ക്. ഇപ്പോൾ ഞാനിവിടെ റെൻറ്റ് പേയ്മെൻറ്റ് ചെയ്യുന്നത് ഇപ്പോൾ OD ബാങ്ക് അക്കൗണ്ടാണ്. ഇപ്പോൾ നമ്മൾ എന്താക്കണം, OD ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ഇൻ കേസ് ഇപ്പോൾ ബിസിനസ് OD അക്കൗണ്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്താക്കണം, ആ ബാങ്ക് സെലക്ട് ചെയ്യണം. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ OD അക്കൗണ്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി Alt+C എന്ന് കൊടുക്കുക. കാനറ ബാങ്ക് OD അക്കൗണ്ട് എന്ന് ക്രിയേറ്റ് ചെയ്യാം. OD അക്കൗണ്ട്. ഇപ്പോൾ നെയിം കൊടുക്കുക OD അക്കൗണ്ടിന്. ഓക്കെ, നെക്സ്റ്റ് എൻട്രി കൊടുക്കുക. നമുക്കിവിടെ അണ്ടർ വരുന്നത് OD അക്കൗണ്ട് ലിസ്റ്റ് ഓഫ് ഗ്രൂപ്പ്സിൽ ഓൾറെഡി കാണാൻ പറ്റും, ബാങ്ക് OD അക്കൗണ്ട്. ഓക്കെ, അത് ക്ലിക്ക് ചെയ്യുക. എൻട്രി കൊടുക്കുക. ബാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുക, അക്കൗണ്ട് നമ്പർ, IFSC കോഡൊക്കെ കൊടുക്കുക. 10,000 ബാങ്കിൽ നിന്ന് പേയ്മെൻറ്റ് ചെയ്തു. അതായത് ഇപ്പോൾ 10,000 ക്രെഡിറ്റ് ബാലൻസ് ആണ്. അതായത് OD അക്കൗണ്ടിൽ നിന്ന് നമ്മൾ 10,000 എന്താക്കി റെൻറ്റ് പേയ്മെൻറ്റ് ചെയ്തു.
അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ OD അക്കൗണ്ടിൽ നിന്ന് പേയ്മെൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ റെൻറ്റ് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഏതാണോ സോഴ്സ് യൂസ് ചെയ്യുന്നത് അത് യൂസ് ചെയ്യുക. അതായത് ഇൻ കേസ് ക്യാഷ് ആണെങ്കിൽ ക്യാഷ് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ OD അക്കൗണ്ടാണ് എക്സാമ്പിൾ വെച്ചത്. നെക്സ്റ്റ് നമുക്കിപ്പോൾ എന്താക്കാം, കമ്മീഷൻ പെയ്ഡ് ആൻഡ് റിസീവ്ഡ്. ഓക്കെ, നമ്മൾ കമ്മീഷൻ പെയ്ഡ് ആണെങ്കിൽ ഇവിടെ എന്താക്കുക, Alt C എന്ന് കൊടുക്കുക, ക്രിയേറ്റ് ചെയ്യാം. കമ്മീഷൻ പെയ്ഡ് എന്ന് ക്രിയേറ്റ് ചെയ്യാം. അതായത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഓക്കെ, എൻ്റർ ചെയ്യാം. GST അപ്ലിക്കബിൾ നോട്ട് അപ്ലിക്കബിൾ കൊടുക്കാം, എൻ്റർ ചെയ്യാം. 1000 ആണെങ്കിൽ 1000 കൊടുക്കുക. പേയ്മെൻറ്റ് ത്രൂ കാനറ ബാങ്ക്. ഓക്കെ, ഇങ്ങനെയാണ് കമ്മീഷൻ നമ്മൾ പെയ്ഡ് എൻ്റർ ചെയ്യുന്നത്. ഇപ്പോൾ ഇൻ കേസ് കമ്മീഷൻ റിസീവ്ഡ് ആണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഡെബിറ്റ് ടു കമ്മീഷൻ റിസീവ്ഡ്. അപ്പോൾ നമ്മൾ എന്താക്കണം, Alt C എന്ന് കൊടുക്കുക. ഓക്കെ, കമ്മീഷൻ റിസീവ്ഡ് എന്ന് കൊടുക്കുക. ഇൻഡയറക്റ്റ് ഇൻകം ആണിതിവിടെ. ഇൻഡയറക്റ്റ് ഇൻകം കൊടുക്കുക, അണ്ടർ എൻ്റർ കൊടുക്കുക. GST അപ്ലിക്കബിൾ നോട്ട് അപ്ലിക്കബിൾ എന്ന് കൊടുക്കാം, എൻ്റർ കൊടുത്ത് സേവ് ചെയ്യാം. അപ്പോൾ കമ്മീഷൻ റിസീവ്ഡ് 2000 ആണെങ്കിൽ എത്രയാണോ നിങ്ങൾ റിസീവ് ചെയ്ത് ആ എമൗണ്ട് എൻ്റർ ചെയ്യുക. അതായത് ഇപ്പോൾ ഏത് പാർട്ടീൻ്റെ അടുത്താണോ കമ്മീഷൻ റിസീവ് ചെയ്ത് ആ പാർട്ടി, ഇൻ കേസ് ഇപ്പോൾ നമ്മൾ ആഗ്രോ ഫ്രഷ് ജനറൽ സ്റ്റോർ, ഇപ്പോൾ ഈ പാർട്ടീൻ്റെ അടുത്താണെങ്കിൽ ഇങ്ങനെ എൻ്റർ ചെയ്യാം. ഓക്കെ, ഓൺ അക്കൗണ്ട് കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് എന്താക്കാം, നമ്മുടെ ബിസിനസ്സിൻ്റെ നമുക്ക് എങ്ങനെ എൻ്റർ ചെയ്യാൻ നോക്കാം. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ എന്താക്കണം, ഇവിടെ F11 ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഇവിടെ കമ്പനി റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ ടോപ്പിൽ കമ്പനി കാണാൻ പറ്റും. അവിടെ പോയിട്ട് നമുക്ക് ഇവിടെ F11 കാണാം, ഫീച്ചേഴ്സ് കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് F11 ടാപ്പ് ചെയ്യാം. ഇവിടെ ഫീച്ചേഴ്സ് ഞാൻ സെലക്ട് ചെയ്യുന്നുണ്ട്. ഫീച്ചേഴ്സിൽ നമുക്ക് എനേബിൾ ചെയ്യേണ്ടത് ഇവിടെ പേറോളാണ്. പേറോൾ കാണാൻ പറ്റും, പേറോൾ. അപ്പോൾ ഇവിടെ എന്താക്കാം, യെസ് കൊടുക്കണം. പേറോൾ യെസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ ക്രിയേറ്റ് കാണാൻ പറ്റും. ഓക്കെ, ക്രിയേറ്റിൽ പോവുക, എൻ്റർ കൊടുക്കുക. ഇവിടെ നമുക്ക് എംപ്ലോയി ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണം. ഫസ്റ്റ് പേറോൾ മാസ്റ്റർ എനേബിൾ ആയിട്ടുണ്ട്, അവിടെ എംപ്ലോയി ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ എംപ്ലോയി ഗ്രൂപ്പ് എന്ന് വെച്ചാൽ അതായത് നമ്മുടെ ഓഫീസിൽ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിൽ ഒരുപാട് സെക്ഷൻസ് ഉണ്ടാവും. ഓഫീസ് സ്റ്റാഫ് ഉണ്ടാവും, ജനറൽ സ്റ്റാഫ് ഉണ്ടാവും, മെക്കാനിക് ഉണ്ടാവും, അങ്ങനെ ഒരുപാട് സെക്ഷൻസ് ഉണ്ടാവും. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഓഫീസ് സ്റ്റാഫ് കൊടുക്കുന്നുണ്ട്. ഓഫീസ് സ്റ്റാഫ്. ഓക്കെ, എൻ്റർ കൊടുക്കുക. എംപ്ലോയീസ് നമുക്ക് അതായത് സെയിൽസ്മാനോ അല്ലെങ്കിൽ എഞ്ചിനീയർസോ അല്ലെങ്കിൽ മാനേജറോ അങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നെയിം കൊടുക്കുന്നുണ്ട്. എക്സാമ്പിൾ രാഹുൽ എന്ന് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അണ്ടർ രാഹുൽ വരുന്നത് ഓഫീസ് സ്റ്റാഫാണ്. ഇൻ കേസ് രാഹുൽ എഞ്ചിനീയർ ആണെങ്കിൽ എഞ്ചിനീയർ എന്ന് കൊടുക്കുക. നിങ്ങൾ ഏതാണോ ക്രിയേറ്റ് ചെയ്തത് അതിൻ്റെ അണ്ടറിൽ സ്പെസിഫിക് ആയിട്ട് കൊടുക്കുക. ഓക്കെ, ഡേറ്റ് ഓഫ് ജോയിനിങ്, അതായത് ഡേറ്റ് എപ്പോഴാണോ ബിസിനസ്സിലേക്ക് അല്ലെങ്കിൽ കമ്പനിയിലേക്ക് ജോയിൻ ചെയ്തത് ആ ഡേറ്റ് കൊടുക്കുക. ഇവിടെ എംപ്ലോയി നമ്പർ ഡെസിഗ്നേഷൻ ഞാനിപ്പോൾ മാനേജർ എന്ന് കൊടുക്കുന്നുണ്ട്. പിന്നെ ജെൻഡർ എല്ലാം സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എല്ലാം നിങ്ങൾ എന്താക്കാം, എൻ്റർ ചെയ്യണം. ഓക്കെ, എല്ലാം ഡീറ്റെയിൽസ് കൊടുക്കണം. നെക്സ്റ്റ് എന്താക്കാം, മന്ത് വൈസ് ആണോ ഹവർ വൈസ് ആണോ എങ്ങനെയാണോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഡേ വൈസിലാണ് കൊടുക്കുന്നത്. ഡേ വൈസ് സെലക്ട് ചെയ്യുന്നത് ഡേ. ഓക്കെ, ഫോർമൽ നെയിം ഡേയ്സ് എന്ന് കൊടുക്കാം. യൂണിറ്റ്, അതായത് അവിടെ ഡേയ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എന്താക്കാം ഡേയ്സ് കൊടുക്കാം, ഇല്ലെങ്കിൽ നോട്ട് അപ്ലിക്കബിൾ കൊടുക്കാം. ഓക്കെ, അവിടെ നോട്ട് അപ്ലിക്കബിൾ കൊടുക്കാം. ഇൻട്രൊഡക്ഷൻ ടൈപ്പാണ്, അതായത് നമുക്ക് ആദ്യം വേണ്ടത് പ്രസൻറ്റ് ആണ്. എത്ര ഡേയ്സ് ആണ് പ്രസൻറ്റ് കൊടുക്കുക. അണ്ടർ പ്രൈമറി അറ്റൻഡൻസ് ടൈപ്പ് അറ്റൻഡൻസ് ഓർ ലീവ് വിത്ത് പേ. ഓക്കെ, ടൈപ്പ് അറ്റൻഡൻസ് ഓർ ലീവ് വിത്ത് പേൻ്റെ അണ്ടറിലാണ്. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് സിക്ക് ലീവാണ്. അതായത് ഇൻ കേസ് ആരോഗ്യത്തിന് നിന്ന് പ്രശ്നം വന്ന ലീവായാൽ സിക്ക് ലീവാണ്. അപ്പോൾ അത് ലീവ് വിത്ത് പേ തന്നെയാണ്. എൻ്റർ കൊടുക്കുക. കാഷ്വൽ ലീവാണ്. അപ്പോൾ നിങ്ങൾ ഏത് സുറ്റേബിൾ ആണോ നിങ്ങൾക്ക് ആ ടൈപ്പിൽ അതിൻ്റെ ഹെഡിങ് കൊടുക്കാൻ പറ്റും.
ഇപ്പോൾ കാഷ്വൽ ലീവ് വിത്തൗട്ട് പേ ആണ്, അതായത് നമ്മൾ ചെയ്യും അങ്ങനെയാണ്. എന്തൊക്കെ ബെനിഫിറ്റ്സ് കമ്പനി കൊടുക്കുന്നുണ്ട്. ആദ്യമായിട്ട് ബേസിക് പേ, ഓക്കെ, എർണിംഗ് ഫോർ എംപ്ലോയീസ്, ഫിക്സഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, എൻട്രി കൊടുക്കുക. അപ്പോൾ ഇവിടെ ഓൺ അറ്റൻഡൻസ് കൊടുക്കുക, നോട്ട് അപ്ലിക്കബിൾ കൊടുക്കുക, ഇവിടെ ഡേയ്സ് കൊടുക്കുക, ഇവിടെ മന്ത്ലി സെലക്ട് ചെയ്യാം, അതായത് നമ്മൾ മന്ത്ലിയാണ് പേ ചെയ്യുന്നത്. ഇവിടെ യൂസർ ഡിഫൈൻഡ്, അപ്പോൾ മന്ത് ഓഫ് 30 days ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ട്രാവൽ അലവൻസ് കമ്പനി കൊടുക്കുന്നുണ്ടെങ്കിൽ ട്രാവൽ എക്സ്പെൻസ് നമ്മൾ അത് സെലക്ട് ചെയ്യാം. ഇപ്പോൾ TA ആണ് ട്രാവൽ അലവൻസ്, എൻ്റർ ചെയ്യാം. എന്തൊക്കെ നിങ്ങളുടെ കമ്പനി കൊടുക്കുന്നുണ്ടോ അത് നിങ്ങൾ എന്താക്കണം, ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, ഇവിടെ ഓൺ അറ്റൻഡൻസ് കൊടുക്കുക. അതായത് ട്രാവൽ അലവൻസ് നിങ്ങൾ അറ്റൻഡൻസ് വൈസ് ആണ് കൊടുക്കുന്നതെങ്കിൽ അത് സെലക്ട് ചെയ്യാം, എൻ്റർ കൊടുക്കുക. ഇവിടെ മന്ത് സെലക്ട് ചെയ്യാം, യൂസർ ഡിഫൈൻഡ് കൊടുക്കാം. ഇവിടെ മന്ത് ഓഫ് ഡേയ്സ് 30 days, ഓക്കെ. ഹെഡ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് എന്താ. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ എന്താക്കണം, ആൾട്ടറിൽ പോയിട്ട് നമുക്ക് ഡിഫൈൻ സാലറി ചെയ്യണം. അതായത് നമുക്കിവിടെ കാണാൻ പറ്റും ഡിഫൈൻ സാലറി, ഓക്കെ. ഇവിടെ ഡിഫൈൻ സാലറിയിലേക്ക് പോവുക, എൻ്റർ ചെയ്യാം. നെക്സ്റ്റ് നമുക്കിവിടെ ആദ്യമാണ് ഡിഫൈൻ ചെയ്യേണ്ടത്. ഇപ്പോൾ രാഹുൽ ആണെങ്കിൽ എഫക്റ്റീവ് ഫ്രം, അതായത് 1/4/24 ആണ്. പേ ഹെഡ് ബേസിക് പേ സെലക്ട് ചെയ്യാം. എത്രയാണ് ബേസിക് പേ കൊടുക്കുന്നത്. ഇപ്പോൾ ഇൻ കേസ് അദ്ദേഹത്തിന് ബേസിക് പേ ആയിട്ട് 22,000 കൊടുക്കുന്നുണ്ടെങ്കിൽ എൻ്റർ ചെയ്യാം. ട്രാവൽ അലവൻസായി TA സെലക്ട് ചെയ്തിട്ട് ട്രാവൽ അലവൻസ് നമുക്ക് എന്താ 3,000 കൊടുക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റർ ചെയ്യാം, ഓക്കെ. നമുക്കിത് കൺട്രോൾ കൊടുത്ത് സേവ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഡിഫൈൻ ചെയ്തു. അറ്റൻഡൻസ് ആഡ് ചെയ്യണം. അതിനുവേണ്ടി എന്താക്കാം, വൗച്ചേഴ്സിൽ വരണം. അപ്പോൾ വീണ്ടും വൗച്ചേഴ്സിൽ വരാം, V സെലക്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് വേണ്ടത് F10 ടാപ്പ് ചെയ്യാം. F10ൽ നമുക്കിവിടെ അറ്റൻഡൻസ് കാണാൻ പറ്റും, ഓക്കെ. F10ൽ അറ്റൻഡൻസ് എൻ്റർ ചെയ്യാം. അതായത് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത് മന്ത് ഓഫ് ജൂലൈ ആണെങ്കിൽ ഡേറ്റ് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇൻ ദ എൻഡ് ഓഫ് ജൂലൈ 31/7/24 സെലക്ട് ചെയ്യാം. ഇപ്പോൾ അറ്റൻഡൻസ് ഫോർ രാഹുൽ ആണെങ്കിൽ രാഹുൽ പ്രസൻറ്റ് ഫോർ 25 days എന്ന് കൊടുക്കുക. പിന്നെ രാഹുൽ കാഷ്വൽ ലീവ് 3 days കൊടുക്കുക. പിന്നെ രാഹുൽ സിക്ക് ലീവ് 3 days കൊടുക്കാം, ഓക്കെ. നമുക്ക് കൺട്രോൾ കൊടുത്ത് സേവ് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് സാലറി പേയ്മെൻ്റ് ആണ്, അതായത് പേ റോൾ ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ എന്താക്കാം, F10 സെലക്ട് ചെയ്യുക, ടാപ്പ് ചെയ്യുക. അതിൽ നമുക്കിവിടെ പേ റോൾ കാണാൻ പറ്റും, ഓക്കെ. എൻ്റർ കൊടുക്കുക. നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നത് കാനറ ബാങ്ക് ത്രൂ ആണെങ്കിൽ കാനറ ബാങ്ക്, ഏത് സോഴ്സാണ് യൂസ് ആക്കുന്നത് അത് എൻ്റർ ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ബാങ്ക് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് നമുക്കവിടെ റൈറ്റ് സൈഡിൽ ഓട്ടോ ഫിൽ കാണാൻ പറ്റും, ക്ലിക്ക് ചെയ്യാം. അവിടെ പേ റോൾ സെലക്ട് ചെയ്യാം, അവിടെ സാലറി സെലക്ട് ചെയ്യാം. അപ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് മന്ത് ഗ്യാപ്പ് വരും, അതായത് 1st July to 31st July. എൻ്റർ ചെയ്യാം. നമുക്കിവിടെ എംപ്ലോയി ഗ്രൂപ്പ്, അതായത് ഓൾ ഐറ്റം കൊടുത്താൽ മൾട്ടിപ്പിൾ എംപ്ലോയി ഉണ്ടായാൽ നമുക്ക് ഓൾ ഐറ്റം കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ രാഹുൽ കൊടുക്കുന്നുണ്ട്, എൻ്റർ കൊടുക്കുക, കാനറ ബാങ്ക് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഓട്ടോമാറ്റിക്കായിട്ട് അദ്ദേഹത്തിൻ്റെ സാലറി ഇവിടെ ഡിഫൈൻ ആയിട്ടുണ്ട്. ബേസ്ഡ് ഓൺ അറ്റൻഡൻസ് നമുക്കിവിടെ സാലറി കാൽക്കുലേറ്റ് ചെയ്തിട്ട് കിട്ടും, ഓക്കെ, ഓട്ടോ ഫിൽ കൊടുത്താൽ. അപ്പോൾ നമുക്കിത് എന്താക്കാം, സേവ് ചെയ്താൽ കാനറ ബാങ്ക് ത്രൂ നമുക്ക് അദ്ദേഹത്തിൻ്റെ ടോട്ടൽ എമൗണ്ട് 22,500 സാലറി പേയ്മെൻ്റ് ആവും, ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പേ റോൾ പ്രോസസ്സ് ചെയ്യുന്നത്. കമ്പനിയിൽ നമ്മുടെ പർച്ചേസ് ചെയ്ത പ്രൊഡക്റ്റ് ഡാമേജ് ആയി. അപ്പോൾ ഡാമേജ് പ്രൊഡക്റ്റ് നമ്മൾ റിട്ടേൺ ഓഫ് ചെയ്യുന്നത് എങ്ങനെ നോക്കാം, ഓക്കെ. അതുകൊണ്ട് നമ്മൾ വീണ്ടും വൗച്ചേഴ്സിൽ വരാം. വൗച്ചേഴ്സിൽ വന്നിട്ട് നമുക്ക് F7 ജേർണൽ സെലക്ട് ചെയ്യണം. നമുക്കിവിടെ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം, അതായത് ഡാമേജ്ഡ് പ്രൊഡക്റ്റ് റിട്ടേൺ ഓഫ്, ഡാമേജ്ഡ് ഗൂഡ്സ് റിട്ടേൺ ഓഫ്, ഓക്കെ. ഇങ്ങനെയാണ്, അങ്ങനെ കൊടുക്കാം. സ്റ്റോക്ക് വേണമെങ്കിൽ സ്റ്റോക്ക് കൊടുക്കാം, ഇല്ലെങ്കിൽ ഗൂഡ്സ് കൊടുക്കാം. റിട്ടേൺ ഓഫ് സെലക്ട് ചെയ്യുക. അതിപ്പോൾ ഡാമേജ് പ്രൊഡക്റ്റ് വരുന്നത് ഡയറക്റ്റ് എക്സ്പെൻസിലാണ്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസ് കൊടുക്കുക. അണ്ടർ ഗ്രൂപ്പ്സ് നമുക്ക് വേണ്ടത് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഇവിടെ എൻ്റർ കൊടുക്കാം. എൻ്റർ കൊടുക്കുക. GST അപ്ലിക്കബിൾ നോട്ട് അപ്ലിക്കബിൾ കൊടുക്കുക ഇവിടെ, ഓക്കെ. ഇപ്പോൾ ഡാമേജ് ഗൂഡ്സ് എത്രയാണോ എമൗണ്ട് നമുക്ക് ആ എമൗണ്ട് സെലക്ട് ചെയ്യണം. അതായത് ഇപ്പോൾ ഇൻ കേസ് 5,000 ആണെങ്കിൽ അത് സെലക്ട് ചെയ്യാം. ക്രെഡിറ്റ് ഫ്രം പർച്ചേസ് അക്കൗണ്ട്, അതായത് നമ്മളിവിടെ ലോക്കൽ പർച്ചേസ് നമ്മൾ എന്താക്കാം
ക്രിയേറ്റ് ചെയ്യാം. അതായത് നെയിം ഓഫ് ഐറ്റം, ഇപ്പോൾ ബട്ടർ ആണെങ്കിൽ ബട്ടർ, ക്വാണ്ടിറ്റി 5. നെക്സ്റ്റ് നമുക്ക് ഇൻട്രസ്റ്റഡ് പർച്ചേസ് നിന്ന് നെക്സ്റ്റ് വേറെ ഐറ്റം എന്തുണ്ട് സെലക്ട് ചെയ്യാം. അതായത് ഇപ്പോൾ ഷുഗർ ആണെങ്കിൽ ഷുഗർ ക്വാണ്ടിറ്റി 50 kg. ഇവിടെ എമൗണ്ട് നമ്മൾ എത്ര കൊടുക്കാം, 4400 കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ടാലി ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ നമ്മുടെ ഡാമേജ്ഡ് ഗുഡ്സ് റിട്ടേൺ ഓഫിലേക്ക് 5000 എന്തായിട്ടുണ്ട്, ഗുഡ്സ് പോയിട്ടുണ്ട്. പർച്ചേസ് എൻട്രീസും സെയിൽസ് എൻട്രീസും നമുക്ക് നമ്മുടെ ടാലിയിൽ നോക്കാൻ വേണ്ടി നമുക്ക് ഇവിടെ അക്കൗണ്ട് ബുക്സ് കാണാം, ഡിസ്പ്ലേ മോർ റിപ്പോർട്ട്സ് കാണാൻ പറ്റും. അപ്പോൾ അവിടെ എന്താക്കാം, ക്ലിക്ക് ചെയ്യുക. അവിടെ നമുക്ക് അക്കൗണ്ട് ബുക്സ് കാണാൻ പറ്റും. അക്കൗണ്ട് ബുക്സിലേക്ക് എൻറ്റർ ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് നമുക്കിവിടെ കാണാൻ പറ്റും, അതായത് പേയ്മെൻറ്റ്, റെസിപ്റ്റ്, സെയിൽസ്, പർച്ചേസ്, ജേർണൽ, ക്രെഡിറ്റ് നോട്ട്, ഡെബിറ്റ് നോട്ട്. ഓക്കെ, നമ്മുടെ എല്ലാ പേയ്മെൻറ്റ്സ് നമുക്ക് ഇതിൽ കാണാൻ പറ്റും. നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത മന്ത് വൈസ് കാണാൻ പറ്റും. നവംബറിൽ ചെയ്തത് ബാങ്ക് ലോൺ പേയ്മെൻറ്റ്, പിന്നെ ജൂലൈയിൽ എന്താണ് നമ്മുടെ പർച്ചേസ് പാർട്ടിക്ക് പേയ്മെൻറ്റ് ചെയ്തത് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ഏപ്രിൽ നമ്മൾ ഫ്യൂൾ എക്സ്പെൻസ്, സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്, അസറ്റ് പർച്ചേസ് ഇതങ്ങനെ കാണാൻ പറ്റും. നെക്സ്റ്റ് നമുക്ക് റിസിപ്റ്റ് കാണാൻ പറ്റും. അതായത് നമുക്ക് നമ്മുടെ ബാങ്കിലേക്ക് പേയ്മെൻറ്റ് വന്നത് അല്ലെങ്കിൽ ക്യാഷിലേക്ക് പേയ്മെൻറ്റ് വന്നത് കാണാൻ പറ്റും. അതായത് നമ്മുടെ സെയിൽസ് പാർട്ടിൻ്റെ അടുത്ത് പേയ്മെൻറ്റ് വന്നത്, എല്ലാ പേയ്മെൻറ്റ് റെസിപ്റ്റ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നെക്സ്റ്റ് നമുക്ക് സെയിൽസ്, അതായത് നമ്മൾ ആർക്കൊക്കെ സെയിൽ ചെയ്തു നമുക്ക് മന്ത് വൈസ് നമുക്ക് എന്തായിട്ട് ലിസ്റ്റായിട്ട് വരും. ഓക്കെ, പർച്ചേസും അതേപോലെ കാണാൻ പറ്റും. എസ്കേപ്പ് അടിച്ച് ബാക്ക് വന്നാൽ നമുക്ക് ജേർണലും കാണാൻ പറ്റും. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ നമ്മുടെ സെയിൽസ് പർച്ചേസ് ഒക്കെ നോക്കുന്നത്. നമുക്ക് എന്താക്കാം, ബാഡ് ഡെബ്റ്റ് റിട്ടേൺ ഓഫ് ചെയ്യാം. അതായത് നമ്മുടെ സെയിൽസ് പാർട്ടി നമുക്ക് പേയ്മെൻറ്റ് ചെയ്തില്ല, അതായത് ഇനിയിപ്പോൾ അവരുടെ അടുത്ത് പേയ്മെൻറ്റ് അത് കിട്ടില്ല എന്ന് ഉറപ്പായാലും നമുക്കത് ബാഡ് ഡെബ്റ്റിൽ ഇൻക്ലൂഡ് ആവും. ഓക്കെ, അപ്പോൾ നമ്മൾ അതിന് വേണ്ടി വൗച്ചേഴ്സിൽ പോവുക, F7 ക്ലിക്ക് ചെയ്യുക, ജേർണൽ, ലെജർ ക്രിയേറ്റ് ചെയ്യാം. അതായത് ബാഡ് ഡെബ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് വരും. ഓക്കെ, GST അപ്ലിക്കബിൾ നോട്ട് അപ്ലിക്കബിൾ കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഇവിടെ ബാഡ് ഡെബ്റ്റ് നമുക്ക് ഇൻ കേസ് 5000 എമൗണ്ട് അവർ ഇനി പേ ചെയ്യില്ല എന്ന് ഉറപ്പായി. അപ്പോൾ എന്താക്കാം, പാർട്ടി നമ്മൾ ഇപ്പോൾ ഏതാണോ പാർട്ടി, ഏത് പാർട്ടീൻ്റെ അടുത്താണ് നമുക്ക് പേയ്മെൻറ്റ് വരില്ല എന്ന് ഉറപ്പായി നമ്മൾ ആ പാർട്ടി എന്താക്കാം, സെലക്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ആ പാർട്ടീൻ്റെ അടുത്ത് നമുക്ക് 5000 എന്തായിട്ടുണ്ട്, ബാഡ് ഡെബ്റ്റിലേക്ക് പോയിട്ടുണ്ട്. അതായത് നമുക്ക് കിട്ടില്ല എന്ന് ഉറപ്പായി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബാഡ് ഡെബ്റ്റ് എൻ്റർ ചെയ്യുന്നത്. ഓക്കെ, ടാലിയിൽ വന്നിട്ട് നമുക്ക് ബാലൻസ് ഷീറ്റ് അനലൈസ് ചെയ്യാൻ പറ്റും. ഇവിടെ ബാലൻസ് ഷീറ്റ് കാണുമല്ലോ. അപ്പോൾ ഇവിടെ ബാലൻസ് ഷീറ്റ് ക്ലിക്ക് ചെയ്യാൻ നമുക്ക് ബാലൻസ് ഷീറ്റിൽ എന്തൊക്കെ അസറ്റ്സ് നമ്മൾ പർച്ചേസ് ചെയ്തു, നമ്മുടെ ക്യാപിറ്റൽ എമൗണ്ട് എത്ര ഉണ്ട്, എത്ര നമുക്ക് ബാധ്യതയുണ്ട്, അതൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ ക്യാപിറ്റൽ അക്കൗണ്ട് ഫയലൊക്കെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ക്യാപിറ്റൽ എമൗണ്ട് ആരുടെ അടുത്ത് നിന്നാണോ ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടിയത് നമുക്കത് ഇവിടെ കാണാൻ പറ്റും. നെക്സ്റ്റ് ലോൺസ്, ലയബിലിറ്റി, അതായത് നമ്മുടെ ബാങ്ക് ലോൺ, OD അക്കൗണ്ട് അതൊക്കെ കാണാൻ പറ്റും. കറണ്ട് ലയബിലിറ്റീസ്, അതായത് നമ്മുടെ GST പേയ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ പർച്ചേസ് പാർട്ടി കൊടുക്കാനുള്ള എമൗണ്ട് അത് കാണാൻ പറ്റും. നെക്സ്റ്റ് ഇവിടെ ഫിക്സ്ഡ് അസറ്റ്സ്, നമ്മുടെ അസറ്റ്സ് എന്തൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടോ അത് കാണാൻ പറ്റും. അതായത് കമ്പ്യൂട്ടർ നമ്മൾ പർച്ചേസ് ചെയ്തത്. ഓക്കെ, ഇങ്ങനെ നമുക്ക് ബാലൻസ് ഷീറ്റ് അനലൈസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നമുക്കിവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ട്. അവിടെ നമുക്ക് നമ്മുടെ സ്റ്റോക്കും ടോട്ടൽ സെയിൽസും ടോട്ടൽ പർച്ചേസും ടോട്ടൽ എക്സ്പെൻസും ഒക്കെ കാണാൻ പറ്റും. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമുക്ക് എന്താക്കാം, അനലൈസ് ചെയ്തിട്ട് നമ്മുടെ ബാലൻസൊക്കെ നമുക്ക് ക്ലിയർ ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ.